യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവെഴുത്ത്. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ദൈവത്തിന് മഹത്വം. വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. കോഡ്ലെസ് ഉണ്ടോ? കോഡ്ലെസ് ഉണ്ടോ? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഒരിക്കൽ കൂടി കരവും ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ശക്തിയോട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദേവസുതൻ പശുശാലയിൽ നരനായി, ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുപവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയും ദാനമാകാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ദാനമാകാത്മ്യം. കുരിശുചുമന്നവൻ ഗിരിമുകളേറി, കുരിശുചുമന്നവൻ ഗിരിമുകളേറി, വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. കുരിശുചുമന്നവൻ ഗിരിമുകളേറി, വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായ ദുസ്മരിക്കുകിൽ വിസ്മയനീയും. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായ ദുസ്മരിക്കുകിൽ വിസ്മയനീയും. ദൈവകരുണയും ദാനമാകാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ദാനമാകാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ദാനമാകാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയും ദാനമാ അനുദിനമനവധി അനുഗ്രഹ ഭാരം, അനുദിനമനവധി അനുഗ്രഹ ഭാരം അനുഭവിച്ചൊരു ജനമവനു. അനുദിനമനവധി അനുഗ്രഹ ഭാരം
കരുണയിന്ദനമാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റ. ഇച്ചിരിയുടെ പരുവത്തിനാക്കിയിട്ട് പിന്നെ ഒന്നും ചെയ്യരുത് എൻ്റെ പൊന്നച്ച. ഹല്ലേലൂയ. ഒരു പൊടിക്കൂടെ ദൈവത്തിന് മഹത്വം. എൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. ഇതിൽ ബാക്കി മുഴുവൻ താഴെ നിൽക്കണം. എൻ്റെ ശബ്ദം നല്ലതല്ല, പക്ഷെ മേളിൽ നിൽക്കണം. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി വായിച്ചു. മിക്കവാറും ഇതേ നടക്കുകയുള്ളൂ ഇന്ന്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വളരെ പരിചിതമായ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവെടുത്ത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവിടുന്ന് അത്ഭുത മന്ത്രി. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, ഏതാണ്ട് 40 എഴുത്തുകാര്, ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് എഴുതിയതാണ് സത്യവേദ പുസ്തകം. 2 ഭാഗങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും. ഇത് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം, അറിയാത്തവരുടെ അറിവിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം നാം പഠിക്കുന്നത്, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ളതായ പുസ്തകങ്ങൾ. പുതിയ ഇങ്ങോട്ട് നോക്കാൻ പ്രസംഗിക്കുന്നോ? ഞാൻ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യാം. പുതിയ നിയമ പുസ്തകമാണ് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ളതായ പുസ്തകങ്ങൾ. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകം. ഈ 66 പുസ്തകം ഏതാണ്ട് 40 എഴുത്തുകാര് 1600 കൊല്ലങ്ങൾ കൊണ്ട് എഴുതി പൂർത്തീകരിച്ചതാണ്. ഞാനെപ്പോഴും പറയും, പലരും തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷെ എഴുതി വന്നപ്പോൾ ഇത് ഒത്തൊന്നുള്ളതാണ്. കാരണം ഒറ്റ ആത്മാവിനാൽ എഴുതിയതാണ്. ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചാണ് ഇതെല്ലാം എഴുതി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പഴയ നിയമ പുസ്തകങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ 5 പുസ്തകം. ഏതൊക്കെയാ മോനെ? 5 പഞ്ചഗ്രന്ഥം ഏതൊക്കെയാണ്? ചുമല അറിയത്തില്ല, ഈ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചോദിക്കാലെന്നാണ്. പഞ്ചഗ്രന്ഥം അവനും വലിയ തിട്ടമില്ല. മോളോടാ അപ്പോൾ 5 പുസ്തകങ്ങൾ. പ്രായമുള്ളവർ ഇരിക്കേണ്ട, ചിലതിന് പ്രായമുള്ളതിനും അറിയാൻ മേല. കൊച്ചുങ്ങൾ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രായമുള്ളവർ ചിലർ ചോദിക്കരുതെന്നും പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് വേറെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, ഇങ്ങനെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ്. പിന്നീട് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. ശേഷമായിട്ട് കാവ്യ പുസ്തകങ്ങളാണ്. അത് ഇയ്യോബിന്റെ പുസ്തകവും സങ്കീർത്തന പുസ്തകങ്ങൾ 5 എണ്ണവും ഉത്തമഗീതങ്ങളുടെ പുസ്തകം, ഇതെല്ലാം സംഗീത പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. ഒടുവിൽ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകം, യെശയ്യാ പ്രവചനം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള പ്രവചന പുസ്തകം. അത് 2ആയിട്ടാണ്
തരംതിരിച്ച് പഠിക്കുന്നത് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. ദൈവത്തിൻ്റെ മകൻ വലുതും ചെറുതും, ആളിൻ്റെ വലിപ്പമോ കുടുംബത്തിൻ്റെ വലിപ്പമോ വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പമോ നെടുപ്പം നോക്കി പറഞ്ഞതല്ല, പ്രവചനത്തിൻ്റെ ആഴം വെച്ച് പറഞ്ഞതാണ്. നമ്മൾ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരെന്നൊക്കെ തരംതിരിച്ച് പഠിക്കുന്നത് വില കൂടിയ വണ്ടിയിൽ വിലയേറിയ ഡ്രസ്സുമൊക്കെ ഇട്ട് വിലപിടിപ്പുള്ള മൊബൈലും ഇടയ്ക്കിടയ്ക്ക് ചാവി എടുത്തൊന്ന് കറക്കി കൊണ്ടുവന്ന ഉടനെ ബൈബിളിൻ്റെ പുറത്തോട്ട് മൊബൈലും ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഇട്ടിരിക്കുന്ന ഷൂവിൻ്റെ അല്ലെങ്കിൽ ചപ്പലിൻ്റെ വില, ഡ്രസ്സ് നമുക്കിതൊക്കെ നോക്കി ചെറുന്നെടുപ്പുണ്ടോ പിടിപ്പുണ്ടോ കുടുംബശ്രേഷ്ഠത ഉണ്ടോ ഇതെല്ലാം നോക്കി വിദ്യാനിപുണത കുടുംബക്കാർ അതൊക്കെ വെച്ചാൽ നമ്മൾ ഈ വലുതും ചെറുതും കണക്കാക്കുന്നത്. അപ്പോൾ ചെറിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ചിലർ ധരിച്ചേക്കുന്ന സൈക്കിളെ വരിക, വലിയ സഞ്ചി തൂക്കിക്കൊണ്ട് വരിക, ചപ്പലും ഒന്നും വില കൂടിയതല്ല, ഡ്രസ്സും അത്ര വലിയ ലോകപ്രകാരം മെച്ചപ്പെട്ടതൊന്നുമല്ല, കളറും അത്ര നല്ലതല്ല, വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും പറയാനില്ല. അപ്പം നമ്മൾ പറയാം അത് ചെറുതും മറ്റേത് വലുതും. സഭയിലുമൊക്കെ അങ്ങനെ ആൾക്കാരങ്ങനെ തരംതിരിച്ച് നമ്മളെല്ലാം കൈകൊട്ടുകയും പ്രാർത്ഥിക്കുകയും മറുഭാഷയൊക്കെ അന്നേരം ഇതൊക്കെ കയ്യിലിരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്നൊന്നും എന്നോട് പറയരുത്, എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ കൃത്യസമയത്ത് കാര്യം പറഞ്ഞു വെച്ച് പോവുകയും ചെയ്യും. അപ്പം ഇവിടെ എല്ലാം ഈ തരംതിരിവുണ്ട്, വേറുകൃത്യമുണ്ട്. എന്നാൽ ദൈവത്തിന് അതില്ല. ഇവിടെ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാർ എന്ന് ഓർപ്പിച്ചത് പ്രവചനത്തിൻ്റെ ആഴവും അതിൻ്റെ രീതി അനുസരിച്ചാണ്. അപ്പോൾ വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തിയാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. അവർ 3-4 പേര് വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. നാം ഇന്ന് രാത്രി വലിയ പ്രവചന പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവാചകൻ അദ്ദേഹം ഒറ്റ വാക്കി പറഞ്ഞ ഒരു രാജകുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു, റോയൽ ഫാമിലിയിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ ഉസിയാവ്, യോഥാം, ആഗാസ് ഇതൊക്കെ ഇവര് കുടുംബ ബന്ധങ്ങളുള്ളവരാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അവരുടെ കാലത്ത് പ്രവചിച്ച ശ്രേഷ്ഠനായ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവാചകനെ വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പദം നിങ്ങൾക്കറിയാം, സുവിശേഷ പ്രവാചകൻ എന്ന. സുവിശേഷ പ്രവാചകൻ. അതെന്താ ഈ സുവിശേഷ പ്രവാചകൻ എന്ന പേര് കൊടുക്കാൻ കാര്യം? അതിന് കാരണം യേശുക്രിസ്തുവിനെ പറ്റി ഇത്ര കൃത്യമായിട്ട് അടുക്കടുക്കായിട്ട് ഓർഡറായിട്ട് പ്രവചിച്ച വേറൊരു പ്രവാചകനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവിയെ പറ്റിയും അവിടുത്തെ തിരുജനനത്തെ പറ്റിയും അവിടുത്തെ ജീവിതത്തെ പറ്റിയും ശുശ്രൂഷയെ പറ്റിയൊക്കെ ധാരാളം പ്രവാചകന്മാർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുമൊക്കെ ദൂത് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഓർഡറായിട്ട് ആമേൻ പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ക്രിസ്തുവേശുവിൻ്റെ എങ്ങനെ ജനിക്കും, ആ ജനനം ഏത് വിധത്തിലായിരിക്കും, ആമേൻ അവിടുത്തെ വിശേഷത എന്താണ്, ജനിച്ചു കഴിഞ്ഞുള്ള ജീവിതചര്യ, അവിടുത്തെ ഭക്ഷണക്രമം, അവിടുത്തെ ശുശ്രൂഷകളുടെ ആരംഭ കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ, അവിടുത്തെ യാത്ര എന്ന് വേണ്ട അവിടുത്തെ അത്ഭുത ശുശ്രൂഷകൾ, ഒടുവിൽ അവിടുത്തെ കൂടെ ചെയ്യിപ്പിക്കുന്ന ശുശ്രൂഷകളുടെ വിധങ്ങൾ, അത്ഭുത പ്രവർത്തികൾ, ഒടുവിൽ കഷ്ടാനുഭവങ്ങൾ, പങ്കപ്പാടുകൾ, പീഡകൾ, ക്രൂശുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്, അത് കഴിഞ്ഞ് ഇവിടെ 1000 ആണ്ട് വാഴ്ച, ആ നിത്യതയിൽ പ്രവേശിക്കുന്നത്, ഇതെല്ലാം അടുക്കടുക്കായിട്ട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് സുവിശേഷ പ്രവാചകൻ എന്ന. കർത്തൃദാസൻ മുഖവരയായിട്ട് ചില കാര്യം ഓർപ്പിച്ചല്ലോ സുവിശേഷത്തെ പറ്റി. എന്താണ് സുവിശേഷം? അപ്പൊ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗവും യാത്രയും ഉറക്കളപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തൊണ്ടയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. പണ്ട് പഴമക്കാർ പറഞ്ഞ പോലെ ആശാരിയുടെ പണിക്കുറ്റവും ഉണ്ട്, തടിയുടെ വളവുമുണ്ട്, രണ്ടും ഉണ്ട്. അപ്പം നിങ്ങളോട് സഹകരിച്ച് നമുക്ക് ഒന്നിച്ച് അതിനെ പിണങ്ങി പോകാമെന്നോ? അപ്പൊ ശ്രദ്ധിക്കുക, സഹകരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി ഇതുപോലെ പ്രവചിച്ച, അടുക്കടുക്കായി പ്രവചിച്ച ഒരു പ്രവാചകനില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. എന്തുവാണ് സുവിശേഷം? എന്തുവാ സുവിശേഷം?
എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. ദൈവദാസൻ ഇനി പോലും ഇവിടെ കസേരയുണ്ട്, ഇവിടോട്ട് വാ. എനിക്കൊരു ബലമാണ് ദൈവദാസന്മാർ ഇവിടെ അടുത്തിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എപ്പോഴും ഞാൻ പറയും, മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല. സുവിശേഷം ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. സുവിശേഷമല്ല, സഭ മാറ്റുകല്ല, മതം മാറ്റുകല്ല. ഇത് മതം മാറ്റമൊന്നുമല്ല, സുവിശേഷമാണ് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? എടുത്ത് വായിപ്പിക്കുന്നതിൽ അറിവുള്ള വാക്യമാ തീത്തോസ് 2:11 മുതൽ പഠിക്കുമ്പോൾ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അപ്പൊ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാക്കും, മുടന്തര് നടക്കും, ചെകിടർക്ക് കേൾവി ഉണ്ടാകും, ഊമന് സംസാരിക്കും, മരിച്ചവർ ഉയർക്കും. ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിൻ്റെ നാമം. അപ്പോൾ ശ്രദ്ധിക്കുക, ആ നാമത്താലാണ് സകല മനുഷ്യർക്കും രക്ഷ. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം പ്രാരംഭ വാക്യത്തിൽ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നത് ഒന്നേ ഉള്ളൂ, സുവിശേഷമേ ഉള്ളൂ. ബാക്കിയൊന്നും അത്ര കേൾക്കാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല. അതെല്ലാം കേട്ട് നമ്മളൊരു പരുവത്തിലിരിക്കുക. കേൾക്കാൻ കൊള്ളാവുന്ന നല്ല വാർത്ത, അത് സുവിശേഷമാണ്. ആ വാർത്തയാ ഇന്നും അവിടുന്ന് അനുവദിച്ചാൽ നാളെയും ഇവിടെ മുഴങ്ങി കേൾക്കുന്നത്, യേശുവിനെ പറ്റി. ദൈവത്തിന് മഹത്വം. ഇനി സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ലൂക്കോസ് 2:10 വായിക്കുന്നത്, സർവ്വജനത്തിനും സന്തോഷമുണ്ടാകും, മഹാസന്തോഷം. അതാണ് സുവിശേഷം. ആ വാക്യം ഒന്ന് വായിച്ചോ, 2:10, ലൂക്കോസ് 2:10. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തു സുവിശേഷം. ഇന്ന് രാത്രി നിരാശയുടെ അടിത്തട്ടിൽ പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ആ സന്തോഷം തരുവാനുള്ള പ്രധാനപ്പെട്ട മാർഗം, ഒരേയൊരു മാർഗം, അത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അപ്പോൾ സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാനുള്ള ഗുണം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോൾ എടുക്കുന്നില്ല, അടുത്ത വിഷയത്തിലോട്ട് വരണമല്ലോ. ഇതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യമാകുകയുള്ളൂ. മദ്യമോ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ മറ്റ് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും മനുഷ്യന് നിത്യശാന്തിയും സമാധാനവും തരാതിരിക്കുമ്പോൾ, അതൊക്കെ താൽക്കാലിക സുഖം തരുമ്പോൾ, നിത്യമായ സമാധാനവും സന്തോഷവും ആശ്വാസവും അത് പ്രത്യാശയും തരുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം, അത് സത്യ സുവിശേഷമാണ്. ആ സുവിശേഷം യേശു ക്രിസ്തുവാണ്. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ യെശയ്യാ പ്രവാചകനെ പറയുന്നത് സുവിശേഷ പ്രവാചകൻ. കാരണം യേശു ക്രിസ്തുവിനെ പറ്റി ഇതുപോലെ അടുക്കടുക്കായി പറഞ്ഞ പ്രവാചകന്മാർ വേറെയില്ല. മിക്ക പ്രവാചകന്മാർ യേശുവിനെ പറ്റി പറഞ്ഞു, പരാമർശിച്ചു, പ്രവചിച്ചുവെങ്കിലും ഓർഡറായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാ. കർത്താവിൻ്റെ തിരുജനനം ഏത് വിധത്തിലാകുമെന്നും ഇദ്ദേഹം തന്നെ പ്രവചിച്ചത്. ആ 7:14 അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. 7:14 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യൻ ഇമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യൻ ഇമ്മാനുവേൽ ഇവൻ താനേ. ഇവനെ 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 ഇവനെ
ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തോനും ഇവൻ താനേ. ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തോനും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തയേശുവേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തയേശു രക്ഷകൻ ഇവൻ താനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പറവ് ഏത് വിധത്തിലായിരിക്കും അത് കൃത്യമായി പ്രവചിച്ചത് യെശയ്യാ പ്രവാചകൻ. കന്യക ഒന്നുകൂടെ വായിച്ചേ. കന്യക ഗർഭിണിയായ ഒരു മകനെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇതൊക്കെ ചിലരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. പണ്ട് രണ്ടുപേര് തമ്മിൽ കണ്ണനം നടന്നു, വലിയ തർക്കം ഉണ്ടായി. അപ്പോൾ വെളിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഇവിടുത്തുകാരനല്ല, വന്നതല്ല, പുള്ളിയെ വരുത്തിയതാണ്. അപ്പം പുള്ളി ക്രിസ്ത്യാനികളോടെല്ലാം കൂടെ കുറച്ച് ചോദ്യം അങ്ങ് ചോദിച്ചു. ചോദ്യം മറ്റൊന്നുമില്ല, ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിലൊരു ചോദ്യം ഏതാണ്ട് എൻ്റെ അറിവ് ശരിയെങ്കിൽ 16 ചോദ്യം ചോദിച്ചെന്ന്. 16 ചോദ്യം ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ലെന്നാ കേൾക്കുന്നത്. സഭയുടെ പ്രധാന ആൾക്കാരൊക്കെ ധാരാളമുണ്ട്. ക്രൈസ്തവ സഭകൾ പലതുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അയാൾ വന്ന് ഒരു സാമിയാര വന്ന് ചോദിച്ചിട്ട് ആരും മറുപടി പറയുന്നില്ല. ഇഷ്ടം പോലെ തുണിയൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ സ്വാമി പറഞ്ഞ കാര്യത്തിന് മറുപടി പറയുന്നില്ല. ഇവിടം മുതൽ വട്ടന് തിട്ടുന്നതല്ലാതെ സ്വാമി പറഞ്ഞ കാര്യത്തിന് മറുപടിയില്ല. സ്തോത്രം എന്തും എന്തും എല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ അയാൾ പറഞ്ഞാലും മറുപടി പറഞ്ഞില്ല. അയാളടിച്ച് മിന്നുക. അങ്ങനെ ഇരിക്കുമ്പം അന്നത്തെ മേലധ്യക്ഷന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇതിന് മറുപടി പറയാൻ ഒരാളെ ഇപ്പോൾ ഉള്ളൂ അറിവിൽ. അത് ഇടയാറന്മുള കുന്നുംപുറത്ത് സൈമൺ, KV സൈമൺ, അദ്ദേഹം ഉള്ളു മറുപടി പറയാൻ. അപ്പം എൻ്റെ അറിവ് ശരിയെങ്കിൽ അന്ന് സാറ് അങ്ങ് മദിരാശിയിൽ യോഗം നടത്തുക, ആൾ വിട്ടു, വിളിപ്പിച്ചു. അപ്പം സാറ് ഇവിടെ വന്നപ്പം ഇയാളിങ്ങനെ പന്തൽ കെട്ടി ഇങ്ങനെ കണ്ണിച്ച് നടക്കുക, ആരും മറുപടി പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സാറ് ശിഷ്യന്മാരെ വിട്ടു. പുള്ളി എന്നെ പറയുന്നത് കേട്ടേച്ച് വരാൻ പറഞ്ഞു. അപ്പം ശിഷ്യന്മാരവിടെ പോയി കേട്ടു. അപ്പോൾ ഇതൊക്കെ ആ ചോദ്യം. അതിലൊരു ചോദ്യം ഇതാ, കന്യക എങ്ങനെ ഗർഭിണിയാകും? അപ്പം ശിഷ്യന്മാർ വന്ന് ചോദ്യങ്ങൾ ഏതാണ്ട് 16 ചോദ്യങ്ങൾ ഇങ്ങനെ ആ സാറ് എന്ന് പറഞ്ഞത്. പുള്ളി ഒരു മാസത്തേക്കൊന്നും മിണ്ടിയില്ല. അതാണ്, അക്ഷരം പോലും മിണ്ടിയില്ല. അപ്പം അവർ പറഞ്ഞു, ഇതിന് കണ്ണിക്കാൻ പുള്ളിയെ വിളിച്ചതാ. പുള്ളി ഈ ഒരു മാസം കൊണ്ട് ഏതാണ്ട് ഒരു 10-18 ഗ്രന്ഥങ്ങളങ്ങ് മനപ്പാടമാക്കി പഠിച്ചു. ലൈവ് ഉള്ളത് കൊണ്ടല്ല ഒന്നും പറയാനൊക്കത്തില്ല, അതുകൊണ്ടാണ് ഒന്നും പറയാനോ ഇപ്പോൾ ഒന്നും മിണ്ടാനൊക്കില്ല. ഉടനെ എടുത്തങ്ങ് ഇടുക. ഒരു തൊഴിലുമില്ലാതെ പരക്കാതിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഒരു തൊഴിലുമില്ല, കുന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ അതെടുത്തിട്ടേച്ച്. അതുകൊണ്ട് പറയുന്നില്ല, വിശദീകരിച്ച് പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സാറ് ഒരു മാസം കൊണ്ട് ഇത് പഠിക്കേണ്ടതെല്ലാം ഗ്രന്ഥങ്ങൾ കുറേ ഉണ്ട്, അതെല്ലാം പഠിച്ചതിന് ശേഷം സാറ് പറഞ്ഞ പുള്ളിയും കൂടെ വിളിക്കും, നമുക്ക് നേർക്ക് നേരെ കണ്ണന്. അപ്പം അങ്ങനെ കണ്ണനെ നടത്തി ലൈവ് നിർത്തുകയാണെ ഞാൻ പറയാം. മാത്തൂച്ച ഓഫ് ചെയ്യണ്ട, ശബ്ദം കേൾപ്പിക്കരുത്. ഇങ്ങനെയുള്ള ഖണ്ഡനങ്ങളെല്ലാം നടത്തി സാർ അത് സ്ഥാപിച്ചു. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഇപ്പം ഓൺലൈനിലുള്ളവർ ഇയാൾ എന്തുവായി പറഞ്ഞെന്നുള്ളതാണ്. അത് ഒക്കെ ഉണ്ട്. മത്തുച്ച അത് പോയിട്ടില്ലല്ലോ. ഇങ്ങനെ ഉറച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യേശുക്രിസ്തുവിന്റെ തിരുപ്പറവിയ. അവന് ഇമ്മാനുവേൽ
മേലെന്ന് ദൈവത്തിന് മഹത്വം. കഴിക്കുന്ന ഭക്ഷണം എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതാണ് വിഷയം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അവിടുത്തെ തിരുപ്പറവി, അവിടുത്തെ ഭക്ഷണക്രമം, ശുശ്രൂഷയുടെ ആരംഭ ഘട്ടങ്ങൾ 9-ാം അധ്യായമൊക്കെ അതാ പറയുന്നത്. 9-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ച 9-ന്റെ 1. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതലൊക്കെ ചേർത്ത് താഴോട്ട് പഠിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവിത രീതികള്, ശുശ്രൂഷകളുടെ ആരംഭ ദിശകൾ, എന്തിനേറെ അവിടുത്തെ അത്ഭുത ശുശ്രൂഷകൾ, ഒടുവിൽ കഷ്ടാനുഭവങ്ങൾ, പങ്കപ്പാടുകൾ, പീഡകൾ, തിരുമരണം, അടക്കം, ഉയർപ്പ്, ഇതെല്ലാം പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ് പ്രവാചകനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രവാചകയാണെന്നാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഭാര്യയും ഭർത്താവും പ്രവചിക്കുന്നത്. ചിലടത്ത് ഭാര്യ തന്നെ പ്രവചിച്ചങ്ങ് പോവുക, ഭർത്താവ് നാട്ടിൽ കിടക്കുക. ഒരാളോട് ചെന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മാമ്മ ഇവിടെ വന്നിട്ട് ഞാൻ 3-4 മാസമായി ഇങ്ങനെ പ്രവചിച്ച് നടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളി കഴിക്കുന്നത്, ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെന്ന്. 3 കുപ്പി ഹോർലിക്സ് കുപ്പിക്കകത്ത് അച്ചാറ്. അവൻ അച്ചാറ് കൂട്ടി ഊപ്പാട് വരിക. മാമ ശുശ്രൂഷയൊക്കെ ചെയ്ത് പ്രവചിച്ച് ആട്ടെ, ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇവിടെ രണ്ടുപേരും പ്രവചനം പറയുന്നവരാണ്, ഭാര്യയും ഭർത്താവും. മാത്രമല്ല യെശയ്യാ പ്രവചനത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും വലിയ പേര് യെശയ്യാ പ്രവചനത്തില, ഇല്ലയോ? ഒന്ന് വായിച്ചേ ആ പേര്. അത് തന്നെ വായിച്ചേ, വായിക്കും 2 പേരും ഒന്ന് വായിച്ചു. വായിച്ചോ. ഞാൻ പ്രവാചകരുടെ അത് തന്നെ 3-ാം വാക്യമല്ലേ? ഞാൻ പ്രവാചകരുടെ അടുക്കൽ ചെന്നു. ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശാലൽ ഹാസ്ബസ് എന്ന് പേർ വിളിക്കും. അതാണ് ഏറ്റവും വലിയ പേര്. വലിയ പേരാ. ഇതൊക്കെ പറഞ്ഞു വരണമെങ്കിൽ നേരം വെളുക്കും. പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു പേര് എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്കൊന്ന് മലയാള സെക്കൻഡിലാന്ന് തോന്നുന്നു. പുസ്തകത്തിൻ്റെ പേര് ധർമ്മരാജ. അപ്പോൾ അതിനകത്തൊരു പേരുണ്ട് ഇപ്പോഴും എൻ്റെ. കാരണം പേര് പറയാനായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാ, പിന്നെ ഇത് പഠിച്ചു. അതിനകത്ത് അലിഗസൻ കുഞ്ഞ് പോക്കുമൂസ മരക്കായർ നൂഹ് കണ്ണ് ഒരാളുടെ പേരാ. പഠിച്ചല്ലേ? അലിഗസൻ കുഞ്ഞ് പോക്കുമൂസ മരക്കായർ നൂഹ് കണ്ണ് ഒരാളുടെ പേരാ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പേരാണ് യെശയ്യാ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിൽ. അത് ഈ പ്രവചന പുസ്തകത്തിന് ധാരാളം വിശേഷതകളുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ചില കാര്യം ചിന്തിക്കാം. ഒന്നുകൂടെ വാക്യം വായിക്കാം. 9-ന്റെ 6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. വേദപുസ്തകം പഠിപ്പിക്കുന്ന വായിക്കുന്നവർക്കറിയാം ഇതാരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാക്യം പറയാ, ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാ ഈ പ്രവചനം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുത മന്ത്രി. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, ആരാധിക്കുന്ന, അനുഗമിക്കുന്ന നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു അത്ഭുത മന്ത്രി. അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞൊരു മന്ത്രി ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ മന്ത്രിമാര് മിക്കതും പേടിച്ചാ നടക്കുന്നത്. മുമ്പിലാള്, പുറകിലാള്, നമുക്ക് അങ്ങോട്ടും ചെല്ലാനും ഒക്കെയല്ല. അവർ വരുന്നതിന് മുന്നേ അവിടെ മുഴുവൻ പരിശോധനയാണ്, ഇല്ലയോ? അത്ഭുത മന്ത്രി അല്ല. യേശു വരുന്ന സമയത്ത് ആരും പരിശോധിക്കുന്നില്ല, ആളങ്ങ് തെള്ളുക. ഇപ്പോഴൊന്നും മന്ത്രിമാരെ ഒന്നും അങ്ങനെ കാണാനും എടുക്കാനും ഒന്നും
ഒക്കത്തില്ല. തന്നെ എല്ലാ മന്ത്രിമാർ വരുമ്പോൾ നമ്മൾ വണ്ടി വരികയാണ്, മുന്നേ വണ്ടി വരും, ഹോൺ അടിച്ച് നമ്മൾ മാറ്റി പെടലതല്ലിയാ മാറ്റുന്നത്. ശരി, ഇന്നാളൊരാൾ ഏണ്ടൊക്കെ പറയുകയും ചെയ്യുന്നത് കേട്ട്. അത് ഞാൻ ഇപ്പോൾ പൊതുവെ പറയുന്നില്ല. സ്തോത്രം. നമ്മളെല്ലാം മകഞ്ഞ് മാറ്റി വെച്ച് പോവുക, തിരക്കല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ ഇവരാരും അത്ഭുത മന്ത്രിയല്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, ഓർമ്മയിലുണ്ടോ എന്നറിയത്തില്ല. പണ്ട് ഈ +2 വിഷയം വന്നല്ലോ, +2. അതിനു മുമ്പ് +2 അല്ലല്ലോ, പ്രീ ഡിഗ്രി ഇല്ലയോ? ഡിഗ്രിയാ. അപ്പം അത് +2 വന്നപ്പം അന്നത്തെ മന്ത്രി, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചു ആരാണ്. ഞാൻ പേര് മറന്നിട്ടില്ല. അപ്പോൾ വലിയ പ്രശ്നമായി, പ്രകടനമായി, പ്രതിഷേധമായി, വിക്കറ്റിംഗ് ആയി, ബഹളമായി, കല്ലേറായി. അപ്പോൾ ആ മന്ത്രിക്ക് പെട്ടെന്ന് നെഞ്ചിനകത്ത് വേദന. പുള്ളിയെ അപ്പോളായിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പം അദ്ദേഹം അത്ഭുത മന്ത്രിയല്ല, സാധാ ഒരു മന്ത്രിയാണ്. ഇവിടുത്തെ ഭക്ഷ്യമന്ത്രിയുണ്ട്, അത്ഭുത മന്ത്രി അല്ല. സ്തോത്രം. മിക്കപ്പോഴും ഇന്നത് ഇല്ലെന്നാ പറയുന്നത് ചില മന്ത്രിമാർ. ഈ പ്രാവശ്യം നല്ല അരിയൊന്നും മിക്കവരും അരി മേടിച്ച് കോടിക്കും താറാവിനും കൊടുക്കുക ആണെന്ന് മിക്കവരും. അത് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു മന്ത്രിയും അത്ഭുത മന്ത്രിയല്ല, എല്ലാം സാധാരണക്കാരാ. മിക്ക മന്ത്രിമാർക്കും പേടിയാ ആണെന്ന്, മിക്കതിനും പേടിയാ. എന്നാൽ അത്ഭുത മന്ത്രിയായിട്ട് ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് അത്ഭുത മന്ത്രിയാ. അവിടുത്തെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നല്ലയോ. ദൈവത്തിന് മഹത്വം. ഇതിനൊരു നിഴലായ സംഭവമാണ്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ മാനോഹയ്ക്കും ഭാര്യയ്ക്കും പ്രത്യക്ഷപ്പെട്ടു ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് മഹത്വം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഭർത്താവ് വന്നപ്പം സഹോദരി പറഞ്ഞു, നിങ്ങൾ പോയ സമയത്ത് ഒരു ദൂതൻ ഇവിടെ വന്നു, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, കൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ നീ ദൂതന് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തൊന്നുമില്ല, പുള്ളി പറഞ്ഞങ്ങ് പോയി. അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു ചോദിച്ചു, പുള്ളിയുടെ പേരെന്നാണ്? ആ പേര് ഞാൻ ചോദിച്ചില്ല. പിറ്റേന്ന് മാനോഹയ്ക്കും വന്ന് വെളിപ്പെട്ടപ്പോൾ ചോദിച്ചു പേരെന്നാണ്. അപ്പം പറഞ്ഞൊരു പദമുണ്ട്, അത് അതിശയമുള്ളതാണ്, അതാ അത്ഭുത മന്ത്രി. ആ പേര് ആ 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ യഹോവയുടെ ദൂതനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടത്. അതൊക്കെ ന്യായമായ നടപടിക്രമങ്ങളാണ്. നീ പറഞ്ഞ കാര്യവും ദൂതും ആലോചനകളൊക്കെ നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ഒന്ന് ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. അതൊക്കെ ന്യായമായ. നിങ്ങളെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ സഹായിച്ചവർക്ക് നിങ്ങൾക്ക് നന്മയുണ്ടാകുമ്പോൾ അവരെ ബഹുമാനിക്കണം. വേണ്ടേ? പട്ടിണി കിടന്നപ്പോൾ നാടി അരി തന്നവരും വസ്ത്രമില്ലാതിരുന്നപ്പോൾ ഒരു സാരി തന്നതും പിള്ളേർക്ക് ഇട്ടതാന്തേലും ഒരു ബനിയൻ തന്നതും ഓർക്കണ്ടേ? ഇപ്പം നിങ്ങൾക്ക് അമേരിക്കയുടെയും കാനഡയും ലണ്ടൻ്റെയും ഗൾഫിലെയൊക്കെ ഇഷ്ടംപോലെ സാധനമുണ്ട്. അത് നല്ല കാര്യം, ഇനിയും വർദ്ധിച്ചു വരട്ടെ, ഇഷ്ടംപോലെ കിട്ടട്ടെ. പക്ഷേ പണ്ട് തന്നവരെ ഒന്നും മറക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. മിണ്ടുന്നില്ല. കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ പോയപ്പോൾ നിനക്ക് വേണ്ടി വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ചിലപ്പോൾ ഉരി അരി കൊണ്ട് തന്നവരുണ്ട്. പിള്ളേർക്ക് 2 മുട്ടായി കൊണ്ട് കൊടുത്തവരുണ്ട്. സ്തോത്രം. ഉടുക്കാൻ നല്ല വസ്ത്രമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ അവൻ നിനക്ക് സാരി തന്നവര്, അല്ലെങ്കിൽ ഉടുപ്പ് തന്നവര്, ഷർട്ട് തന്നവര്, പാൻറ്റിന്റെ തുണി തന്നവര്, അവരൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല മെച്ചമൊക്കെ ആയി, നാടൻ ഭാഷ പറഞ്ഞ നല്ല രചനയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറയണ്ട. പക്ഷെ നന്ദി വേണം. ഈ നന്ദി ഇല്ലാത്തൊരൊറ്റ ഇനം മനുഷ്യനാ. പട്ടിക്ക് നന്ദിയുണ്ട്. പട്ടിയുടെ ഒരു നന്ദിയുടെ വിശേഷത, കുറച്ച് കൊടുത്താലും കൂടുതൽ കൊടുത്താലും നന്ദിയാണ്. ഒരു കഷണം ഇറച്ചി കൊടുത്ത് കഴിച്ചത് ഇങ്ങനെ വാല് വാട്ടി നമ്മൾ പറയാം, ഇനിയില്ല, തീർന്നു പോകും. കൂടുതൽ കൊടുത്താലും അത് നന്ദിയാ. നമുക്കോ കൂടുതൽ തന്നാൽ സ്തോത്രം. കുറച്ച് കൊടുത്താലോ എന്തെല്ലാം അനാവശ്യം പറഞ്ഞാച്ചാ പോകുന്നത്. മിണ്ടുന്നില്ല. നന്ദിയില്ലാത്തൊരനം പറ. അതിനെ പറയാൻ എന്നെ ഇത്ര വിമ്മിഷ്ടം.
പ്രധാനമായിട്ട് ദൈവത്തോട് നന്ദിയില്ല. ഇല്ല ഇല്ല. ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യ അവസരം തന്നിരിക്കുന്നതല്ലേ, ആ ദൈവത്തോട് നന്ദി വേണ്ടേ? കർത്താവ് ശബ്ദം തന്നില്ലേ, ഉറക്കെ വേണ്ടേ ദൈവത്തെ സ്തുതിക്കാൻ? നന്ദിയില്ല, നന്ദിയില്ല, നന്ദിയില്ല. ആഹാരം മാറിക്കഴിക്കാൻ ദൈവം കൈക്ക് ആരോഗ്യവും ബലവും തരുന്നില്ല. അപ്പം ദൈവത്തിന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ? എത്ര എണ്ണം ഒരു പിടി ആഹാരം മാറി കടിക്കാൻ നിർവാഹമില്ലാതെ ആമ കിടക്കയിൽ അഭയം പ്രാപിച്ച് തളർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് വെക്കുന്ന ആഹാരം ഇഷ്ടാനിഷ്ടം എടുത്ത് കഴിക്കാനും ആ എല്ലാം കടിച്ചു വെച്ചൊരു കുടച്ചിലും എടുത്തൊരു ഏറും മിണ്ടുന്നില്ല. ദൈവത്തോട് എന്തും വേണ്ട, നന്ദി വേണം. അനേകർ പല്ലില്ലാത്തവർ കിടന്ന് വിഷമിക്കുക, എന്നാലും പല്ലൊക്കെ ദൈവം തന്നില്ല. പിന്നെ കാശുള്ളവർ വെപ്പുപല്ല് വെച്ചിട്ടുണ്ട്, ചിലർ സ്വർണ്ണപ്പല്ല് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചിരിക്കുക. ഒരുത്തൻ ഇങ്ങനെ ആയിരിക്കുന്നത്, കാരണം ഇവിടെ ആ പല്ലിരിക്കുന്നത്, നമ്മളിങ്ങനെ ആയിരിക്കുന്നത്, അവനങ്ങ് ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട് സ്വർണ്ണപ്പല്ല്. ദൈവത്തോട് നന്ദി വേണമെന്ന്. സ്തോത്രം, സ്തോത്രം. നമ്മളെ ഒരു പാട്ട് പാടും, നന്ദി കെട്ടായി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ, നന്ദി കെട്ടായി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ, മന്നവാതിരു ചിന്തി നിന്നല്ലോ, മന്നവാതിരു പൊൻകുരുതി ചിന്തി നിന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവമക്കൾക്ക് നന്ദി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കഷ്ടതയിൽ, ദാരിദ്ര്യ ദുഃഖത്തിൽ, മനോവേദനപ്പെട്ടപ്പോൾ, ഭാരത്തോടിരുന്നപ്പോൾ, ആമേൻ, ദുഃഖം അനുഭവിച്ച സന്ദർഭത്തിൽ നിങ്ങളെ സഹായിച്ചവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, 10 രൂപയാണെങ്കിലും തന്നവരുണ്ട്. അതൊക്കെ വലുതാ. പിള്ളേർക്കൊരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്ത കാലത്ത് പേർഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നവർ 2 മുട്ടായി തന്നത് മറക്കരുത്. സ്തോത്രം, സ്തോത്രം. ചിലപ്പോൾ ഒരു ബനിയനായിരിക്കും തന്നത്, അത് വളരെ വിലപ്പെട്ടതാണ്. ആണെന്ന് അവരെന്ത് കഷ്ടപ്പെട്ട അത് ചുമ്മിക്കെട്ടി ഇവിടെ കൊണ്ടുവന്ന് അവിടെ കിടക്കുന്ന കടയിൽ ചെന്ന് മേടിച്ചു, അത് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് പായ്ക്ക് ചെയ്ത് ക്രമക്കൊണ്ടുവന്ന് ഈ വിമാനത്തെ കയറ്റി നാട്ടിൽ കൊണ്ടുവന്ന് ആ എയർപോർട്ടിനകത്തൂടെ അതെല്ലാം വലിച്ചു കൊടുത്ത് തള്ളിക്കൊണ്ടും എല്ലാം വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അത് വെട്ടി തുറന്ന് ഓരോരുത്തർക്ക് ഭാഗം വെച്ച് അതിൻ്റെ ചിലപ്പോൾ 2 മുട്ടായി ഒരു സോപ്പ് വാരിക്കും. സന്തോഷത്തോടെ മേടിക്കണം. നമ്മൾ ചോദിക്കല്ലേ, എന്തോ തന്ന? 2 സോപ്പ് ആർക്ക് വേണം? എൻ്റെ അലമാരിക്കകത്ത് മുഴുവൻ സോപ്പ് ഇരിക്കുക. പിന്നെ നീ എന്നാ സോപ്പ് കാണാൻ തുടങ്ങിയത്? ബാറ സോപ്പ് ഇട്ട് കുളിച്ച് നിന്റെ ഊപ്പാട് വന്നതാ. 501 പണ്ട് 501 അല്ലേ മേ? അമ്മ ലണ്ടനിൽ നിന്ന് വന്ന രീതിയിലായിരിക്കുന്നത്. 501 ഞങ്ങൾ 501 ഞാൻ 1001 ഇട്ടാ കുളിച്ചത്. ഇരിപ്പ് കണ്ടിട്ട് അഹങ്കാരത്തോട് കുറവും, ഇരിപ്പ് കണ്ട 1501 ഇട്ട് കുളിച്ചത് പോലെ 501 കണ്ടിട്ടില്ലേ? ഉള്ള ഇപ്പോഴല്ലയോ പെർഫ്യൂമൊക്കെ. നേരത്തെ കുട്ടിക്കൂറ പൗഡർ പുട്ടുകുറ്റി പോലെ, അത് കുടഞ്ഞു മുഴുവൻ അങ്ങ് നോക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ല, മറക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. ആദ്യം ദൈവത്തോട് നന്ദി, പിന്നെ മനുഷ്യനോട് നന്ദി. സ്തോത്രം, 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 സ്തോത്രം. ഒരു നേരം ഭക്ഷണം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഒന്ന് തല ചായ്ക്കാൻ ഇടം തന്നിട്ടുണ്ടെങ്കിൽ, 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം. ചിലക്കത് തരാൻ മാർഗമില്ലാത്തവർ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കാണും. അവർക്ക് ഭൗതികം തരാനില്ല, പക്ഷെ നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്നോട് ചേർന്ന് വന്നിരുന്ന് പ്രാർത്ഥിച്ചവർ കാണും. അവരോടൊക്കെ നന്ദി ഉണ്ടായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ വല്യമ്മച്ചി എപ്പോഴും പറയുന്നൊരു ഭാഷയുണ്ട്, എടാ തല മറന്ന് എണ്ണ തേക്കരുത്. തല മറന്ന് എണ്ണ തേക്കരുത്. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞതാ. പേരൊന്നും പറയുന്നില്ല. എന്തിനാ വെറുതെ? അവരും കാണും ചിലപ്പോൾ ഇതിനകത്ത്. പേര് പറയണമെന്നോ? പിന്നെ എന്താ അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ?
കാര്യം പറഞ്ഞാൽ മതി. അവിടുത്തെ ആ കുടുംബത്തിലെ മൂത്ത ഒരു സഹോദരി ഇളയത്തുങ്ങളെയും മക്കളെയും എല്ലാം അമേരിക്കയെ കൊണ്ടുപോയി. മൂത്ത സഹോദരി ഇളയത്തുങ്ങളെയെല്ലാം അവരുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയെല്ലാം അവർ ഫയൽ ചെയ്ത് അമേരിക്കയെ കൊണ്ടുപോയി. ഇതുങ്ങളെല്ലാം അമേരിക്കയിൽ ചെന്നു. എന്നോട് പറഞ്ഞതാ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുങ്ങൾക്കെല്ലാം പപ്പും തൂവലും എല്ലാം വെച്ച് പഴയ പരുവക്കേടെല്ലാം മാറി. ആദ്യം കൊണ്ടുപോയ ആ സഹോദരി പ്രായമായി ക്ഷീണിതയായിട്ട് ഇവരോ ഈ ഒരെണ്ണം വിളിച്ച് ചോദിക്കുകയല്ല. അതിൽ 1-2 പേര് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കും, എന്തോ ഉണ്ട്. ഒരിക്കൽ ആ സഹോദരിക്കും ഭർത്താവും കൊണ്ടുപോയ സഹോദരങ്ങളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മകന് അവിടെ ഉണ്ട്. എന്നോട് പറഞ്ഞതാ. അപ്പോൾ 1.5 മണിക്കൂർ ഇരുന്നു. അവനെ ഒന്ന് കാണാൻ അവൻ ഇറങ്ങി വന്നില്ല. അപ്പം അവരോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പറഞ്ഞു അവനെ ഒത്തിരി ടയേർഡാ. ഇവൻ്റെ ഈ ടയേർഡ് വരാൻ കാരണം ആരാ? അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ട, അവന്റെ കുഞ്ഞിലെ കണ്ടതല്ലേ. പിന്നെ വന്നപ്പോ ഒന്ന് കണ്ടു, കെനഡി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഒന്ന് കണ്ടു. പിന്നെ വീട്ടിൽ വന്ന് കുറെ നാൾ താമസിച്ചു, അങ്ങനെ കണ്ടത്. പിന്നെ കണ്ടില്ല. ഇപ്പൊ അവന് നല്ല ജോലിയും മെച്ചമൊക്കെ ആയി, ഇവർക്ക് പ്രായമായി. അവർ പറഞ്ഞൊന്ന് കണ്ടാ മതിയായിരുന്നു. കണ്ടില്ല, ഇറങ്ങിയും വന്നില്ല. ഇവര് കണ്ടില്ല. അവരൊരു 1-2 മണിക്കൂർ നിന്നിട്ട് വളരെ ഭാരത്തോടെ തിരിച്ചു പോന്നു. എന്നോട് പറഞ്ഞതാ. ഇതാ മനുഷ്യന്റെ പ്രകൃതി, നന്ദിയില്ല. വേറൊരു വാത്സല്യ മാതാവ് എന്നോട് പറഞ്ഞു ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഇതുങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നെന്ന്. എന്നോടൊരു മാതാവ് പറഞ്ഞതാ, ഒത്തിരി കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞത് ഞാൻ വിവരിക്കുന്നില്ല. മക്കളും കൊച്ചുമക്കളും എല്ലാം ഇപ്പൊ അമേരിക്കയിൽ ചെന്നു. ആ തള്ളേനെ ഇപ്പൊ ഇഷ്ടമല്ല. അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, വിവരമില്ല. ഈ വിവരദോഷ തള്ളയല്ലേ എടാ നിന്നെയല്ല ഇവിടെ ഇല്ലേ? അവര് ഫയൽ ചെയ്തിട്ട് അല്ലേ നീ അമേരിക്ക എന്ന് എഴുതി വായിക്കലുള്ളു. അമേരിക്ക ഇല്ലേ? ഇതുപോലെ നന്ദിയില്ലാത്ത ഇനം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയും സ്മരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്ന ചിലരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയുള്ളവരായിരിക്കണം. അട്ടെ, നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ എന്നെ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഇപ്പൊ തന്നെ ചിലരുടെ മുഖത്തിനൊക്കെ ഒരു ഭാവവ്യത്യാസം ഞാൻ കാണുന്നു. ആട്ടെ. അപ്പോൾ മാനോഹായുടെ വീട്ടിൽ ദൂതൻ വന്നു, യഹോവയുടെ ദൂതൻ വന്നു. തലമുറയുണ്ടാകുന്ന വിഷയം പറഞ്ഞു, തലമുറയുണ്ടാകുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ചോദിച്ച ഭാഗം അടുത്ത വാക്യമായിരുന്നു. മാനോഹ യഹോവയുടെ ദൂതനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ, നിന്റെ ഈ വചനമെല്ലാം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത്? നിന്റെ പേര് ഞങ്ങളൊന്ന് ബഹുമാനിക്കണ്ടേ? അത് ന്യായമായ കാര്യമല്ലേ? ഈ ദൂതൊക്കെ നിവർത്തിക്കുമ്പോൾ, ഇതെല്ലാം നിറവേറി വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ആലോചന പറഞ്ഞു തന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹായിച്ച നിന്നെ ഞങ്ങളൊന്ന് ബഹുമാനിക്കണം. അതുകൊണ്ട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. അടുത്ത വാക്യം, യഹോവയുടെ ദൂതൻ അവനോട് എന്റെ പേര് ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളതാ എന്ന് പറഞ്ഞാൽ അതാണ് യേശു ക്രിസ്തു. അതിശയം. ദൈവത്തിന്റെ മഹത്വം. അവിടെ അത്ഭുത മന്ത്രിയാ. ഇന്ന് രാത്രി ആ അത്ഭുത മന്ത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടവനായി, ചുട്ടുപിടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാലമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് 7 നിലവിളക്കയുടെ നടുവിൽ
വെളിയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ, അത്ഭുതത്തിന് മന്ത്രി, അതിശയമുള്ള പേരുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും തീർപ്പും കൽപ്പിച്ച് ഈ രാത്രി എന്നെയും നിന്നെയും വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിവുള്ള നസറായൻ, അത്ഭുതമന്ത്രി, അതിശയമെന്ന നാമമുള്ളവൻ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോനവൻ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോൻ. ലോകപാപ ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിച്ചെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ മന്നവ മന്നനഗന്ന മജികായേ മകസേനയിൽ കർത്തനെ മണ്ണും പിണ്ണും പടച്ചവനെ മനുവല മണ്ണു നന്ദനെ പരനന്ദനെ മേരി നന്ദനെ രാജനന്ദൻ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി ചേർന്ന് സ്തുതിപ്പിൻ യേശുദേവനെ. ഓ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം മല്ലെല്ലാം അവനകലെ കളയുമേ. യേശു രാജവിനോചന നല്ലവനാം യേശു രാജൻ വരും സർവവല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി അവിടുത്തെ പേരാണ് അത്ഭുത മന്ത്രി. യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാ. ഇവിടെ വന്നിട്ടുള്ള മന്ത്രിമാരും ജീവിച്ച മന്ത്രിമാരും അത്ഭുതങ്ങളുടെ മന്ത്രിയല്ല. അതെല്ലാം സാധാ 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 അത്ഭുത മന്ത്രിയായ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ആരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്ഭുത മന്ത്രി യേശു ക്രിസ്തുവിന്റെ അത്ഭുതം. അനേക അത്ഭുതം യേശു ചെയ്തു. യോഹന്നാന്റെ ഭാഷ പറഞ്ഞ അത്ഭുതമെന്നല്ല, അടയാളമെന്നാ കൊടുത്തേക്കുന്നത്. അടയാളം, അനേക അടയാളം യേശു ചെയ്തു. അതെല്ലാം കൂടി എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്ന 21:25 വായിച്ചേ. യോഹന്നാൻ 21:25 പെട്ടെന്ന്. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. യേശു ചെയ്ത മറ്റു പല അനേക കാര്യങ്ങളുണ്ട്. അത് ഓരോന്നായി ഓരോന്നായിട്ട് എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങത്തില്ല. അനവധി നിരവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ചെയ്തു. എല്ലാരും കാണുകയാ ചെയ്തത്. 20:30 വായിച്ചേ. 20:30. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ. അപ്പൊ യേശു ചെയ്യുന്നതിനെ പറ്റി അടയാളം എന്നാ പറഞ്ഞേക്കുന്നത്. അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അടുത്തത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അനവധി നിരവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ചെയ്തു. 1-2 രോഗിയെ സഭയ്ക്കുമാക്കി, 1-2 അത്ഭുതം ചെയ്ത് പരുവക്കാടായി പോയ ആളല്ല യേശു. അനവധി നിരവധി അത്ഭുതം ചെയ്തു. ഇന്നത്തെ അത്ഭുത രോഗശാന്തി വരപ്രാപ്തന്മാരിൽ പലരും 1-2 അത്ഭുതങ്ങൾ അവർ ചെയ്തെന്ന് ഞാൻ പറയത്തില്ല, ദൈവം ചെയ്തു. പിന്നെ അത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്താണ് ചെല്ലുന്നിടത്തല്ല മിണ്ടുന്നില്ല കാണിക്കുന്നത്. അത് ഇപ്പോൾ ഇതിലൊക്കെ ബിസിനസ് ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ രീതികൾ അറിയാം. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് ഇപ്പം കൈവെക്കണ്ട. എന്നാൽ യേശു അങ്ങനല്ല. അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. അവിടുന്ന് അത്ഭുത മന്ത്രിയാ. നിങ്ങൾക്കറിയാം, വചനം അറിയാം. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്ന, വേറെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം ഏതാ മോനെ? ഉറക്കെ പറയണം. ഏതാ? കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജല
വോളിയം നിൽക്കണം. ഞാൻ പാട്ട് പാടി നിർത്തി ഇവർക്ക് വായിക്കാൻ കൊടുക്കുമ്പം അത് കൂട്ടി കൊടുക്കണം. പിന്നെ ഞാൻ പാടാൻ നേരത്ത് ഇത് അത് കുറയ്ക്കുകയും ഇത് അതിൻ്റെ ക്രമത്തിൽ നിൽക്കണം. മനസ്സിലായല്ലോ? ഒന്ന് നോക്കട്ടെ. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർന്ന, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർന്ന കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാദേവ ത്രിലോകനാഥ, ദേവാദേവ ത്രിലോകനാഥ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം, അടയാളം, കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. വായിച്ച 2:11 യോഹന്നാൻ. യേശു ഇതിനെ അടയാളങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ദൈവത്തിന് സ്തോത്രം. ഇനി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ഇത് കല്യാണം ആരുടെ? അന്ന് ചരിത്രമൊക്കെ പറഞ്ഞ യോഹന്നാന്റെ കല്യാണമാണെന്ന്. യോഹന്നാന്റെ കല്യാണം. യോഹന്നാൻ ആരാന്ന് ചോദിച്ചാൽ യേശുവിന്റെ അമ്മയും യോഹന്നാന്റെ അമ്മയും ചേടത്തി അനിയത്തിയ. യേശുവിന്റെ അമ്മ മറിയ, യോഹന്നാന്റെ അമ്മ ശലോമ. ഇവര് ജ്യേഷ്ഠത്തി അനിയത്തിയ. അപ്പോൾ ശലോമയുടെ മകനാണ് യോഹന്നാൻ. യോഹന്നാനെ പറ്റി വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. നമ്മൾ മീൻപിടുത്തക്കാരാന്നൊക്കെ പറഞ്ഞങ്ങ് വിടുക. ശരിയാ, മീൻപിടുത്തം ആ തൊഴിൽ. പക്ഷേ സാധാരണ മീൻപിടുത്തമല്ല, കൂലിക്കാരെ വെച്ച് മീൻ പിടിക്കുന്ന ആളാണ്. കൂലിക്കാരെ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് മാൻ ആയിരുന്നു. അല്ല ചുമ്മാ മത്തിയായിട്ട് നടക്കുകയല്ല. നമ്മളോർക്കുന്നത് ഒരു വട്ടം ചീഞ്ഞ മത്തിയായിട്ട് മാമേ മത്തി വേണമെന്ന് ചോദിച്ചു. ചീഞ്ഞതാ, വേണ്ട പോവും. അങ്ങനത്തെ ആളല്ല. ചീഞ്ഞ മീനുമായിട്ട് ചിലർ വരും. എന്നാൽ ചിലർ നന്നായിട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ചെറിയൊരു മീൻപിടുത്തക്കാരനല്ല, വലിയ ബിസിനസ്സായിരുന്നു. കാരണം കൂലിക്കാരെ വിട്ടേച്ച് പോകണമെന്നാ പുസ്തകത്തിൽ വാക്യം. അപ്പോൾ കൂലിക്കാരുണ്ടായിരുന്നു, അതൊക്കെ മിടുക്കനാ. ഇവരുടെ അപ്പനാണ് സെബദി. ആരാ? സെബദി. 2 പിള്ളേരാ, യാക്കോബും യോഹന്നാനും. ഇവർക്ക് വേറൊരു പേര് ഇടിമക്കൾ എന്നാ. ഇടിമക്കൾ കേറി കൊമ്പ് ഓർത്ത് കളയും. സഭയിലുമൊക്കെ ഇടിമക്കളുണ്ട്. പറഞ്ഞു തരുമ്പോഴേ ഇവൻ കയറി. പിന്നെ ഇടിമക്കളാണെങ്കിലും കർത്താവ് ഒരു പരുവത്തിന് വരെ ആക്കി എടുത്തു. അതാ യേശുവിൻ്റെ വിശേഷത. ഇടിമക്കളാണെങ്കിലും അമ്മയുടെ ഒരിക്കൽ യോഹന്നാൻ മറന്നു പറഞ്ഞു, ഗുരു സ്തോത്രം, നീ രാജ്യത്ത് പോകുമ്പോൾ ഞങ്ങൾ 2 പേരും നിൻ്റെ ഇപ്പറേ ഇരിക്കാൻ. അപ്പോൾ യേശു പറഞ്ഞു, അത് ഞാനല്ല തീരുമാനിക്കുന്നത്. അപ്പം നേരിട്ട് എന്ന് പറഞ്ഞിട്ട് യേശു ഉൾക്കൊള്ളുന്നതിന് അമ്മയെ വിട്ടു. അമ്മയെ വിട്ടു. അങ്ങനെ അതല്ല, നേരിട്ട് പറഞ്ഞു വെക്കുന്നില്ല നമ്മൾ വേറെ ആളിനെ. അമ്മ അമ്മയുടെ സഹോദരിയല്ലേ. അമ്മ ഒരിക്കൽ പറഞ്ഞു, ഇടും ഗുരു, പിള്ളേർ 2 പേരുണ്ടെന്ന് അറിയാമല്ലോ, നിൻ്റെ കസിൻസാണ്. ഒരുത്തൻ നിൻ്റെ ഇടത്തും ഒരുത്തൻ നിൻ്റെ. അങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും ഇവരെ ഇടിമക്കളാണ്. ഇടിമക്കളെന്ന് പറഞ്ഞാൽ കയറി കൊമ്പ് കോർക്കും. അതിനൊരു തെളിവ് ഈ ക്ഷിപ്രകോപികളുമൊക്കെയാണ്.
ഒരിക്കൽ കർത്താവ് അത്ഭുതം ചെയ്തപ്പം ആരും വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു, ഗുരു തീ ഇറക്കിയേക്കട്ടെ, തീ ഇറക്കാൻ പോവാന്ന്. അത്രയ്ക്ക് ചൂടന്മാരാ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ഇവരെ ദൈവം രൂപപ്പെടുത്തിയെടുത്തു. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ ഈ കല്യാണം യോഹന്നാന്റെ കല്യാണമാണ്. യോഹന്നാന് ബിസിനസ്സുമൊക്കെ ഉള്ളത് കൊണ്ട് കവർന്നഭൂമിൽ വീടുണ്ടായിരുന്നു, പിന്നെ യെരുശലേമിൽ വീടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും ആ രീതിയിലൊക്കെ നല്ല ചുറ്റുപാടുള്ള ആളായിരുന്നു യോഹന്നാൻ. അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് വീഞ്ഞുമൊക്കെ എമ്പടി സ്തോത്രം. നമ്മൾ ചൂടുവെള്ളം കൊടുത്ത് വെച്ചിരിക്കുക. ചായ ഉണ്ട്, തീർന്നു പോയി, മിണ്ടണ്ട, ചൂടുവെള്ളം കൊടുത്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യോഹന്നാന്റെ കല്യാണമായിരുന്നു. ഈ മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം, അത് യോഹന്നാന്റെ കല്യാണം. അടുത്തത് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടത്തി അനിയത്തിയല്ലേ, സഹോദരിയുടെ മോന്റെ കല്യാണമാ, ഓൾറെഡി ഉണ്ട്. അടുത്തത് യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചെങ്കിലേ പോകാവൂ. കല്യാണത്തിന് കല്യാണം ക്ഷണിക്കേണ്ട, കല്യാണക്കുറി വഴി കടന്ന് കെട്ടിയാൽ മതി. കൈപ്പോട്ടൊരു പാരീഷാണ്. അതെ, ഇപ്പോൾ പിന്നെ കല്യാണമൊക്കെ ഈ ഇങ്ങനെ കേറ്ററിംഗ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. വിളിക്കാത്തവരൊക്കെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വന്ന് ഇഷ്ടംപോലെ അങ്ങനെയുണ്ട്. നമുക്ക് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആടെ കല്യാണത്തിന്, മോൻ്റെ കല്യാണത്തിന് കോടിക്കണക്കിന് സ്വത്തുള്ളവരാ. ഈ തള്ള അർക്കീസ. അപ്പം കല്യാണത്തിന് എത്ര പേരെല്ലാം കണക്ക് കൂട്ടി പറഞ്ഞു, നമ്മൾ 1000 പേരോളം കാണുമെന്ന് പറഞ്ഞു. ഉടനെ ഈ തള്ളയും അവരുടെ അമ്മയും കൂടെ, അമ്മായിയമ്മയും ഭാര്യയും കൂടെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അന്നൊരു കാര്യം ചെയ്ത് 1000 പേരെ വിളിച്ചിട്ടുണ്ടാ, 800 പേരുടെ ഭക്ഷണം പറഞ്ഞാൽ മതിയെന്ന്. അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന്. 800 പേരുടെ കാശ് കൊടുത്താൽ മതിയല്ലോ. ബുദ്ധി. പുള്ളി അത് സമ്മതിച്ചു. കല്യാണം ദിവസം കല്യാണം നടന്നപ്പം തൊട്ടടുത്ത് കോളേജ് 2 എണ്ണമുണ്ട്. സമയമായപ്പോൾ കൊച്ചുങ്ങളല്ല 1000 അല്ല, 1200 അല്ല, 1300 അല്ല, ഇടിച്ചു കയറി. അവസാനം വേണ്ടപ്പെട്ടവരെ മാന്യന്മാരെ കുളിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ കൊച്ചുങ്ങൾ ഇടിച്ചു കയറിയില്ലയോ. എല്ലാം നല്ല പേശ കഴിച്ചേച്ച് പിള്ളേർ പോയി. അതൊക്കെ കോളേജിൻ്റെ സമയമാകുമ്പോൾ ചെല്ലണം. അവസാനം എന്നോട് അതിൻ്റെ ഒരു പുള്ളി, ഈ കല്യാണം നടത്തിയ പുള്ളിയുടെ സ്വന്തം സഹോദരൻ എന്നോട് പറഞ്ഞതാ. തിരുവനന്തപുരത്ത് നിന്നൊരു ഫാമിലി, അയാൾ വലിയ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹവും ഭാര്യയുണ്ട്. രാവിലെ വന്നതായി, പെന്തിക്കോസുകാരുടെ കല്യാണമല്ലേ, പ്രസംഗിച്ചു, ആശംസ പറഞ്ഞ് 2 മണിയോളമായി തീർന്നപ്പോൾ അയാൾ വിശന്ന് നടന്നിരുന്ന് അവസാനം കിട്ടിയില്ല. പുള്ളി ആകെ അങ്ങ് സ്തംഭിച്ച് അവസാനം എല്ലാവരും ടൈയും കെട്ടി നിൽക്കുക. അപ്പനും മക്കളും എല്ലാം പുക്കളിന് താഴെ വരെ ടൈ ഉണ്ട്. അപ്പം ഫോട്ടോ എടുത്ത് ഇങ്ങനെ നിൽക്കുക. അവൻ മനുഷ്യൻ വിശന്ന് കൂറ കുത്തി നിൽക്കുക. അപ്പം അദ്ദേഹം ഇങ്ങോട്ട് വന്നേച്ച് ചോദിച്ചു, വളരെ ഗൽഗതത്തോടാ ചോദിച്ചത്, കുര്യ ഇച്ചിരി തണുത്ത വെള്ളം കിട്ടുമോ? പുള്ളി താഴെ വീഴാൻ പോവുക. ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് കുര്യനെയും കാണുന്നില്ല. അയാളുടെ സ്വന്തം സഹോദരനോട് പറഞ്ഞ്, ഞങ്ങൾക്കും കിട്ടിയില്ല. ഞാൻ പിന്നെ എവളുമായിട്ട് ഇഞ്ഞ് ചങ്ങനാശ്ശേരി വന്ന് അവൾക്ക് 2 ഏത്തക്കാ മേടിച്ചു കൊടുത്തെന്ന്. അനിയൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയിട്ട് അല്ല, അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടോ. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ഇവിടെ കാനാവിൽ കല്യാണം, യോഹന്നാന്റെ കല്യാണം. മറിയ അമ്മ ഓൾറെഡി അവിടെ ഉണ്ട്. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചു. അടുത്തത് ഓടിച്ചു വായിച്ചു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അടുത്തത് യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? പിന്നെ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഓടിച്ചു വായിര്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന്
കൊടുക്കാൻ പറഞ്ഞു. അടുത്തത് അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ അവർ മാത്രം ഇത് അറിഞ്ഞോളൂ. ഈ വെള്ളമായി ഇതിനകത്ത് നേർച്ചെന്ന്. പിന്നെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറേ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി. പശ്ചാത്തല ഭാഗം നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോ ചിന്തിക്കുക, ദൈവമേ വണ്ടിക്കൂലി മടക്കി വളരെ ബന്ധപ്പെട്ട് നേരത്തെ വന്നിരിക്കുക. ഇത് കേൾക്കാനായിരുന്നോ ഞങ്ങള്? ഇരിപ്പ് കാണുമ്പോ എനിക്കറിയാം. ഓ ഇതായിരുന്നു ഇതാ ഇതിനകത്ത് കാര്യമുണ്ട് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ആദ്യത്തെ അത്ഭുതമാണ്, അടയാളമാണ്. യോഹന്നാന്റെ കല്യാണം. അമ്മ ഓൾറെഡി ഉണ്ട്. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചു. അതിഥികളെ യഥോചിതം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യാം. വിവരിക്കുന്നില്ല. അങ്ങനെ സൽക്കാരം ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാഷയാ കലവറയ്ക്കകത്ത് പ്രശ്നമായി. അതകത്താ കലവറയിൽ പ്രശ്നം. നമ്മള് രീതി വെച്ചായി പറയുന്നത്. കലവറയിൽ പ്രശ്നം. വീഞ്ഞ് തീർന്നു. അപ്പോൾ ശുശ്രൂഷക്കാര് പറഞ്ഞു വീഞ്ഞ് തീർന്ന് പരുവക്കേടാണ്. ആള് പിന്നെ വന്നുകൊണ്ടിരിക്കുക. പരുവക്കേടാ. സ്തോത്രം. അപ്പോൾ പറഞ്ഞു എന്നാ പോകുമ്പഴി എന്നാ നാണം കെടുകല്ലാതെ വേറെ കാര്യം. ഒരുത്തം പറഞ്ഞു ഞാനിനിയും നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങൾ നടക്കുമല്ലോ. പരുവക്കേടാന്ന് കണ്ടുമ്പം വിളമ്പ് നിൽക്കുന്ന പുള്ളി അവിടെ നിന്ന് അങ്ങ് മുങ്ങും. പോകുന്ന പോക്കിന് പറയും കഞ്ഞിവെള്ളം കോരി ഒഴിച്ചോ സാമ്പാറിനകത്തല്ലേ. പുള്ളി പോകുമ്പഴി പറഞ്ഞാൽ ചായി മുങ്ങുന്നേ. എനിക്കൊരാളറിയാം, എന്തെങ്കിലും ഒരു അപാകതയാണെന്നെ പുള്ളി അന്നേരം മുങ്ങും. പുള്ളിയെ വിളിച്ചാൽ സ്വിച്ച് ഓഫ് പോവാം. എന്തേലും ഒരു പ്രയാസം വന്നാൽ പുള്ളി അന്നേരം മുങ്ങും. നാളൊരിക്കൽ പുള്ളി മുറിക്കകത്ത് കയറി പാത്തിരിക്കുന്നു. അപ്പൊ ഈ കലവറക്കാർക്ക് പ്രയാസമായി. വീഞ്ഞ് തീരുക, നാണം കെടും, ആക്ഷേപം ഉണ്ടാകും, ആകെ പ്രശ്നം, പരിവട്ടമായി. അപ്പോൾ എന്റെ ഭാഷയെ പറഞ്ഞ കലവറക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു നോക്കിയപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്, യേശുവും വന്നിട്ടുണ്ട്. ഇവരമ്മയോട് പറഞ്ഞു വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ അമ്മ മോനോടൊന്ന് പറയാനുള്ള ഉന്നത്തിലായി പറഞ്ഞത് വീഞ്ഞ് തീർന്നു. അപ്പോൾ അമ്മ എന്ന് മകനോട് പറയാ വീഞ്ഞ് തീർന്നു. അപ്പൊ യേശു മറിയത്തോട് അമ്മയോട് ചോദിക്കുക, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത് ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയും ഞാൻ നിന്റെ മകനുമാണ്. അപ്പൊ എനിക്ക് നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കാനുള്ളതിൻ്റെ ഒരു കാരണം ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്തിനാ കൈ കടത്തണ്ടേ? ഞാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടമല്ലേ ചെയ്യണ്ടേ? അതിനിടയ്ക്ക് എന്തിനാ കയറി അഭിപ്രായവും ആശയവും ഒക്കെ വന്ന് പറയണേ? എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടമല്ലേ ചെയ്യുന്നേ? എൻ്റെ പിതാവ് അരുളി ചെയ്യുന്നത് പോലെ ഇല്ലയോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നീ എന്തിനാ ഇതിനകത്ത് കൈ കിടത്തുന്നത്? തന്നെയല്ലേ പറഞ്ഞു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പണ്ട് ഒരു സഹോദരൻ പറഞ്ഞു യേശുവും മുഹൂർത്തം നോക്കുമായിരുന്നു. അതാണ് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ ഇടയിലും അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. നാളെ നോക്കുന്നവര്, മുഹൂർത്തം നോക്കുന്നവര്, സമയം നോക്കുന്നവര്, ദിവസം നോക്കുന്നവര്. പെന്തിക്കോസുകാരും ഉണ്ട്. എന്നാ കല്യാണം ചൊവ്വാഴ്ച? അതിനെ ചൊവ്വാഴ്ച വെച്ച് അതിനെ പറ്റി ഓ ചൊവ്വാഴ്ച വേണ്ടായിരുന്നു. എടാ എല്ലാ ദിവസവും നല്ലതല്ലേ? വേദപുസ്തകത്തിലെ വാക്യം ഇന്ന് നാം സന്തോഷിക്കുക, ഇത് യഹോവയുണ്ടാക്കിയ എല്ലാ ദിവസവും നമുക്ക് നല്ലതാണ്. ഇപ്പോഴും ചില ആൾക്കാർ അങ്ങനെയുണ്ട്. നമുക്ക് ചില ദിവസങ്ങൾ ഇങ്ങനെ ഫിക്സഡ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. അത് ഉപദേശി വ്യാഴമാക്കിയ അയ്യോ എന്തോ പ്രശ്നമാണ്. പ്രശ്നം ഉണ്ടാക്കുന്നവൻ വരത്തുമില്ല. അവൻ വരികയില്ല. ഇനി അഥവാ വന്നാൽ അവൻ നത്തിരിക്കുന്ന പോലെ വന്ന് കുത്തിയിരുന്നേച്ച് പോവുകയുള്ളൂ. ഇവൻ ഗുണമില്ല, എന്നാൽ ഇവൻ കയറി ഉടക്കും. കോട്ടയം മീറ്റിംഗ് ഇതെല്ലാം ഇങ്ങനെ ഫിക്സഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്തേലും ഒരല്പം ചേഞ്ച് വരുത്തിയ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, ഈ ശുശ്രൂഷ വിഷയത്തിൽ നീ എന്തിനാ ഇടപെടുന്നേ? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അത് മുഹൂർത്തം നോക്കിയതല്ല എന്ന് പറഞ്ഞാൽ ആവശ്യക്കാര് എൻ്റെ അടുക്ക വരുന്നതായ എൻ്റെ നാഴിക. ഇന്ന് രാത്രി ആവശ്യബോധത്തോടെ ആര് യേശുവിന്റെ അടുക്ക വരും? ഇന്ന് രാത്രി അവിടുത്തെ നാഴികയാണ്. ഞാനൊരു കാര്യം പറയാം. ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ മറിയ യേശുവിന്റെ അടുക്ക വന്ന് പറഞ്ഞു വീഞ്ഞ് തീർന്നു. അതിനങ്ങനെ പറയാൻ
പറയാൻ കാര്യം? കാരണം ഇതാ, യേശു ആരാണെന്ന് മറിയയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. ഇതുവരെ യേശു ഒരു അത്ഭുതം ചെയ്തിട്ടില്ല, ചെയ്തതായിട്ട് വേറെ പുസ്തകത്തിൽ തെളിവില്ല. ആദ്യത്തെ അത്ഭുതം ഇതാ. അപ്പൊ ഇതുവരെയും ഒരു അത്ഭുതം ചെയ്യാത്ത വ്യക്തിയുടെ അടുക്ക ചെന്നാ പറയുന്നത് വീഞ്ഞു തീർന്നെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയും ഒരു അത്ഭുതവും യാതൊരു അതിശയവും ചെയ്യാത്ത അടുക്ക നമ്മൾ പോകുമോ? ഇല്ല. നമ്മൾ പോകുന്നതെല്ലാം അത്ഭുത വരപ്രാപ്തന്മാരുടെ അടുക്കലാണ്. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചത് കൊത്തയാന്തയിലും 10 കാര്യം സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നിന്ന് പറയുമെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉള്ളത് കൊണ്ടാണ് എന്നെ ചില പറയാ വിവരക്കേടാന്നില്ല. ചിലപ്പം ചില കാര്യമൊക്കെ പറയും കേട്ടോ. അതെ അതെ ഒക്കെ ബോധമില്ലാത്തവനാ. എന്നാലും ഇന്നാളൊരാളെ പറഞ്ഞു വിവരം ഒന്നുമില്ലെന്ന്, പക്ഷേ അയാൾ വരുമ്പോൾ ആൾ കൂടുന്നുണ്ടെന്ന്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് വിവരക്കേട് കേൾക്കാനാടായി വരുന്നത്. അല്ല, മനസ്സിലായല്ലോ, വിവരക്കേട് കേൾക്കാനാ അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പോവും. അത് കേൾക്കാൻ ആൾക്കാർ അതിനേലും വരുന്നല്ലോ. അപ്പോൾ ഏതാണ്ടൊരു ധാരണ എന്നെപ്പറ്റി ഉള്ളത് കൊണ്ടില്ലയോ എന്നെ വിളിച്ചേ? ഒന്നെങ്കിൽ എടാ നമുക്ക് ബുധനാഴ്ച വിവരക്കേട് കേൾക്കാം, പുള്ളിയെ വിളിക്കാം, ഒരു വിവരദോഷിയെ തന്നെ വിളിക്കാം. അപ്പം തന്നെ ആൾക്കാർ പറയും ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത് വിവരദോഷിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അറിവുള്ളത് കൊണ്ടല്ലേ. അപ്പൊ എന്നെ പറ്റി ഒരു ധാരണ ഉള്ളത് കൊണ്ടാ എന്നെ വിളിച്ചത്. ഇന്ന് നമ്മൾ അങ്ങനെ എല്ലാവരും വിളിക്കുന്നേ. നല്ല ഡോക്ടറെ പറ്റി അറിവുള്ളത് കൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നേ, ഇല്ലയോ? അല്ലെ വേറെ വല്ലയിടത്തും പോകുമോ? പോകുകയല്ല. അത് മനുഷ്യന്റെ പ്രകൃതി. അതാ. നല്ല അറിവും തിട്ടവും ഉണ്ടെങ്കിലേ ചെല്ലു. പക്ഷെ ഇന്ന് വരെ യേശു ഒരു അത്ഭുതം ചെയ്തിട്ടില്ല, ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇതുവരെയും അത്ഭുതം ചെയ്യാത്ത, ഇതുവരെയും അതിശയം പ്രവർത്തിക്കാത്ത ഒരുവന്റെ അടുക്ക ചെന്നാ പറയുന്നത് വീഞ്ഞു തീർന്നു പോയെന്ന്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മയാ പ്രസവിച്ചത്, നൊന്ത് പ്രസവിച്ചതാ, അവൻ ശുശ്രൂഷിച്ചതാ, അവൻ ചെറുപ്പത്തിൽ വളർത്തിയത്. പക്ഷേ അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതെന്താ ഉറപ്പ്? 1-2 വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 2:19. ദൈവത്തിന് മഹത്വം. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 51-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചോ. 51. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങി. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോ മറിയം, യേശുവിന്റെ അമ്മ, ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യം? അപ്പൊ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചത് കൊണ്ട് സന്ദർഭം വന്നപ്പോൾ മറിയ യേശുവിന്റെ അടുക്ക ചെന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്തുവാ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ദൈവത്തിന് മഹത്വം. അമ്മ നന്നായിട്ട് ഇത് സംഗ്രഹിച്ചു. 1-2 കാര്യം പറയാം. സംഗ്രഹിച്ചത് എന്താ? നമുക്കറിയാം, യേശുവിനെ ഉദരത്തിൽ വഹിച്ച് ഇവര് യാത്ര ചെയ്ത് ആമ ബേത്ലഹേമിലോളം എത്തി. അപ്പോൾ പ്രസവ വേദനയുണ്ടായി. അങ്ങനെ മറിയം യേശുവിനെ പ്രസവിക്കുക. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ആട്ടിടയന്മാര് രാത്രിയിൽ വെളിമ്പ്രദേശത്ത് കിടക്കുക. വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവെഴുത്ത് ഓടിച്ചു വായിച്ചേ. ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ്സ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് പറയുകയാ, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ
പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് ദൂതന്മാരെ അവരെ വിട്ട് സ്വർഗത്തിൽ പോയപ്പോൾ ഇടയന്മാര് പറഞ്ഞു നമുക്ക് ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് ഈ സംഭവം നമുക്ക് കാണണം. ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആട്ടിടയന്മാർ കേട്ട കാര്യങ്ങൾ മുഴുവൻ, ദൂതന്മെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഗ്രഹിച്ച് ബേത്ലഹേമോളം വന്ന് ആമേൻ സ്തോത്രം ശിശുവിനോടുകൂടെ അമ്മയെ കണ്ട് ആമേൻ സ്തോത്രം ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ആട്ടിടയന്മാര് വന്ന് പറഞ്ഞു, അമ്മ അടുത്ത് കിടപ്പുണ്ട്. അമ്മയോട് പറഞ്ഞു, പിന്നെ ഞങ്ങള് ആടുകളെ തീറ്റി വെളിമ്പ്രദേശത്ത് കിടക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് ദൂതന്മാരുടെ ഗാനാലാപവും പ്രത്യക്ഷതയും ഉണ്ടായി. അല്ലയോ അമ്മയെ, ഒരു കാര്യം ഞങ്ങൾ പറയാ, ഈ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടോ? ഓമനത്വമുള്ള സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാകുന്ന ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷമാണ്. ഇത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൂതന്മാര് പറഞ്ഞു, അമ്മേ ഞങ്ങളോട് പറഞ്ഞത് ഭയപ്പെടേണ്ട. ആമേൻ സ്തോത്രം, ഇവിടുന്ന് രക്ഷിതാവാ. ആമേൻ യേശു എന്ന രക്ഷിതാവ്, അവിടുന്ന് രക്ഷകനാ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് വാർത്ത? ഒന്ന്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ ക്രിസ്തു. രണ്ട്, അവിടുന്ന് ലോകരക്ഷിതാവാ. സ്തോത്രം, സ്തോത്രം, അവിടുന്ന് ലോകരക്ഷിതാവാ. ആ കണ്ണികക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 5 കൂട്ടം കാര്യമുണ്ട്. 8 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ, ഒന്ന്, ഈ പിറന്നിരിക്കുന്ന കുഞ്ഞ് മനുഷ്യവർഗത്തിന്റെ ഭയം മാറ്റി തരുന്നവനാണ്. അതുകൊണ്ടല്ലയോ ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട. അപ്പോൾ ഇത് സാധാരണ കുഞ്ഞല്ല, മനുഷ്യവർഗത്തിന്റെ ഭയം മാറ്റുന്ന ആമേൻ ശിശുവായി കിടക്കുന്നത്. രണ്ട്, ലോക ജനതയ്ക്ക് രക്ഷ കൊടുക്കുന്ന കുഞ്ഞ് രക്ഷിതാവായി കിടക്കുന്നത്. മൂന്ന്, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷമായി കിടക്കുന്നത്. നാല്, ആമേൻ ലോകത്തിന്റെ ഇരുട്ട് മാറ്റുന്നവനാ ഈ ശിശു. സ്തോത്രം, സ്തോത്രം. 5, സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായി ശിശു. ഇതെല്ലാം ആട്ടിടയന്മാര് വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ ഇത് മുഴുവൻ ഹൃദയത്തിൽ. അതുകൊണ്ടാ പ്രശ്നം വന്നപ്പം നേരെ അങ്ങോട്ട് ചെന്ന് ലൂക്കോസ് 2:19-51 വായിച്ചല്ലോ. മറിയ ഈ വാർത്തയെല്ലാം ഏതൊക്കെയാ സംഗ്രഹിച്ചത്? ഒന്ന്, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യമല്ല അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വചനം കേട്ടേച്ച് പോയാൽ പോരാ, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. സൺഡേ വന്ന് തുള്ളി ബലപ്പെട്ടേച്ച് പോയാൽ പോരാ, പറയുന്ന വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, പാറപിടത്തിൽ ഇരുന്നില്ല, സംഗ്രഹിക്കണം. അപ്പൊ മറിയ ഈ വാർത്ത, ഏത് വാർത്ത? ഒന്ന്, ആട്ടിടയന്മാർ വന്ന് പ്രത്യക്ഷപ്പെട്ട കാര്യം, ദൂതം പ്രത്യക്ഷപ്പെട്ടതും സ്വർഗീയ ഗാനാലാപവും ഒക്കെ അത് അമ്മയോട് വന്ന് പറഞ്ഞു. അമ്മ ഇത് മുഴുവൻ ഹൃദയത്തിൽ അമ്മ ഫേസ്ബുക്കിൽ ഇട്ടില്ല. ഇന്നത്തെ അമ്മമാരെല്ലാം എന്നാ കിട്ടിയാലും ഇങ്ങനെയാണ് ബീൻസ് അരിയുന്നത്. നമ്മൾ ബീൻസ് പിടിക്കുമ്പോൾ അതിൻ്റെ നൂലാദ്യം വലിക്കണം, പിന്നെ അങ്ങോട്ടും വലിക്കണം, ഇങ്ങോട്ടും വലിക്കണം. കത്തി എടുത്ത് വെച്ച് നമ്മളിങ്ങനെ ഒന്നും അറിയാൻ മേലാണ്. ഇപ്പോഴെല്ലാം അങ്ങനല്ലയോ, എന്തും എടുത്താലും പിന്നെ എങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കുന്നത്? പഴയ തള്ളമാരെ ചൂപ്പാട് വന്നേച്ചിരിക്കുക. അവൾ ആയുസുള്ളൊരു ചമ്മന്തി അരച്ചത് ഉടനെ
ആട്ടുപോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. മറിയ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു. ദൈവത്തിന്റെ മഹത്വം മാത്രമല്ല, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. അപ്പോൾ ഔസേപ്പ് പിതാവും മറിയവും കൂടെ യേശു കുഞ്ഞിനെ കൈകളിലെടുത്ത് ദൈവാലയത്തിലോട്ട് പോകുക. ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുത്, വെറും കൈയായി ചെല്ലരുത്. CSIക്കാർ പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് പാടാൻ വയ്യ, ഒക്കത്തില്ലെന്നറിയാം, എന്നാലും സന്തോഷം ഉള്ളത് കൊണ്ടങ്ങ് പാടുക എന്ന് പറയുന്നില്ല, പറയുക. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലും ഇല്ലെങ്ങനെ വണങ്ങും ഞാൻ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലും ഇല്ലാതെങ്ങനെ വണങ്ങും ഞാൻ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലും ഇല്ലെങ്ങനെ വണങ്ങും ഞാൻ. രക്ഷകൻ വീണ്ടെടുത്താൽ മൃത്യുവേ ഭയം ഇല്ല. ശ്വാസം പിടിച്ച് പാടാൻ മേല, വെറുങ്കയായിട്ട് ചെല്ലരുത്. അപ്പോൾ ഔസേപ്പ് പിതാവും അമ്മ മറിയവും ആ കുഞ്ഞിനെ കൈകളിൽ ഏന്തിക്കൊണ്ട് ദൈവാലയത്തിലോട്ട് ചെല്ലുക. ദൈവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര മേളം നടക്കുക. ദൈവാലയത്തിൽ കൂറിന്റെ ക്രമത്തിലല്ലയോ 24 കൂറിന്റെ ക്രമത്തിൽ നിൽക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ, നറുക്കനുസരിച്ച് ശുശ്രൂഷകൾ. മഹാപുരോഹിതനുണ്ട്. അപ്പോൾ അവിടെ യാഗപീഠമുണ്ട്. ആ യാഗ മൃഗത്തെ കൊണ്ടുവരുന്നുണ്ട്, ആടിനെയും കൊണ്ട് സ്തോത്രം അവറാച്ചം വരുന്നു. പിന്നെ കാളയും കൊണ്ട് കറിയാച്ചം കയറി വരുന്നു. പുരോഹിതന്മാർ മുഴുവൻ കറിയായപ്പം വരുന്നുണ്ട്, അവറായപ്പം വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കുറക് എവർക്കുള്ളതാണ്. ആണെന്ന് ദശാംശം കൊടുക്കുന്ന അമ്മാമ്മയും ദശാംശം കൊടുക്കുന്ന അച്ചായനും കാശ് കൊടുക്കുന്ന അച്ചായനും വരുന്നത് ആ ഭാഷയുടെ നോട്ടം മുഴുവൻ. ഏച്ചാനെ കണ്ടില്ല. പക്ഷെ മണ്ടിക്കൂലിക്കായിട്ട് വരുന്ന ചിലതുണ്ട്, അത് നിങ്ങൾ വരാതിരിക്കുന്നതാ. ഇതുങ്ങളെല്ലാം കൂടി ഇങ്ങോട്ടെന്തിനാണ് കയറി വരുന്നത്? കാരണം അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നതാണ്. മറ്റേത് വന്നാൽ നമ്മുടെ പോക്കറ്റിലോട്ട് മിണ്ടുന്നില്ല. മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം, എന്തിനാ അധികം മിണ്ടുന്നേ. അല്ലേ പറഞ്ഞ അവർ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റാണ്. മറ്റേതോ അത് സഭയ്ക്ക് നാശമാണ്. അത് തന്നെ ദൈവത്തിന് വേണ്ടി അത്ര തന്നെ. അപ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ ആരെയും തേജോവധം ചെയ്തതല്ല. മനുഷ്യൻ്റെ എല്ലാം പ്രകൃതി അതാ, ആരെയും കുറ്റക്കാരായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ആ കാളയും കൊണ്ട് കറിയാച്ചം വരുന്നു, ആടിനെയും കൊണ്ട് അവറാച്ചം വരുന്നു. അപ്പോൾ പുരോഹിതന്മാർ ഞാൻ സഹിത എല്ലാവർക്കും കറിയാച്ചനും അവറാച്ചനും വരുന്നത്. അപ്പോൾ ആ നോട്ടം മുഴുവൻ ബേബി വരുന്നതൊന്നും വലിയ വിഷയമല്ല. ബേബിയുടെ ഈ കുറുപറാവ അത് പിടിച്ചൊരു
ഒരു ശബ്ദത്തിനുള്ളതേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാവരും ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ആടിനെയും കാളയൊക്കെ പിടിച്ചേ മാറ്റി നിർത്തി അതിന്റെ തോലുമൊക്കെ ഉരിഞ്ഞ് കണ്ടിച്ചേ കണ്ണമായിട്ട് നുറുക്കി യാഗപീഠത്തിൽ വെക്കുന്നു, തീ കത്തിക്കുന്നു, യാഗവസ്തു ദഹിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ വേണം ഒരു ഹോമയാഗം കത്തി ചാമ്പലാകാനെന്നാണ്. അതുവരെ നിൽക്കുക. ഒരു കുറക് ഈ പുള്ളിക്കുമുണ്ട്. വന്നവരെല്ലാം ഇങ്ങനെ നിന്ന് പുരോഹിതന്മാർ നിന്നങ്ങനെ ശുശ്രൂഷിക്കുക. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ താണ്ടെ യേശുവിനെ കൈകളിലേന്തിക്കൊണ്ട് അമ്മയും ഔസേപ്പ് പിതാവും ദൈവാലയത്തിലോട്ട് വരിക. ശ്രദ്ധിക്കണേ, ഒരൊറ്റ പുരോഹിതന്മാർ പോലും ഇവരെ ഗൗനിക്കുന്നില്ല. ഒരൊറ്റ പുരോഹിത വരേണ്യന്മാർ പോലും ഇവരെ ശ്രദ്ധിക്കുന്നില്ല. കാരണം എല്ലാം കാളെ ഉന്നം വെച്ചും ആടിനെ ഉന്നം വെച്ചും നിൽക്കുമ്പോൾ ഇവരുടെ കയ്യിൽ കുറുപ്രാവ് ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. പെടല് പിടിച്ചൊടിച്ചേച്ച് അങ്ങോട്ട് ഒരു ശബ്ദം കേൾക്കാം, പോയാട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ ആണല്ലോ നമ്മുടെ ഇടയിലുമൊക്കെ ഇച്ചിരി പിടിപ്പും കാശും പുത്തനുമൊക്കെ ഉള്ള അച്ചാൻ്റെ തലയൊക്കെ വെച്ച് ദൂത് പറഞ്ഞാൽ അങ്ങ് തീരുകയില്ല. മകനീ ചില പ്രൊജക്റ്റ് നിങ്ങൾ പുള്ളി ഉടനെ മുട്ടനാട് തലയാട്ടുമ്പോൾ ഒരവെല്ലായിട്ട് പറപ്പിക്കുന്നു. നമ്മൾ മനസ്സിലായി ഏറ്റെന്ന്. പിന്നെ അങ്ങ് ദൂത് പറഞ്ഞു ചില വിഷയങ്ങളുണ്ട്, നീ അർഹിക്കാത്ത ചിന്തിക്കാത്ത മേഖലകളിൽ കൂടി നിന്നെ നടത്തി അതിലെ കയറ്റി റോക്കറ്റെ കയറ്റി അപ്പറ കയറ്റി നിന്നെ ചന്ദനിലിറക്കി അവിടുന്ന് പിന്നെ ചൊവ്വായി കയറ്റി ഒന്നിറക്കി. നീ ചൊവ്വാകേലെന്നുള്ളത് ശരിയാ, അത് വേറൊരു വിഷയം. ഇതെല്ലാം പറഞ്ഞ് അവന് വിളകി നമ്മൾ വിളകി ഉടനെ പാട്ടുകാർ ഓർഗണൻ ഉടനെ മൂപ്പിച്ച് അങ്ങനെയാണല്ലോ ഇപ്പോൾ അല്ലേ. ഉടനെ അന്തരീക്ഷം കൊടുത്തു, ഉടനെ പിന്നെ ഇളകി ചുമ്മാ ഇന്ന് മേരി കയറി ഇളകി തുള്ളി നമ്മൾ പറയും ഭയങ്കര സാന്നിധ്യം. അതൊക്കെയാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ട്രെൻഡ്. അങ്ങനെ ഇല്ലയോ മോനെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ. പക്ഷേ ഈ കാശും പുത്തനും വലിയ കഴിവില്ലാത്തവന്റെ തലയൊക്കെ വെച്ച് എന്നെ ദൂത് പറയാനാ സ്തോത്രം പിടിവിച്ചാട്ടെ, അപ്പോ മാറി നിൽക്കും മറ്റേ പുള്ളി വാ. അപ്പൊ അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. ഒരൊറ്റ പുരോഹിതന്മാര് പോലും അവൻ കൈകളിൽ യേശു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന യോസേപ്പിനെയും മറിയം ഗൗനിക്കുന്നില്ല, ദർശിക്കുന്നില്ല. അവരെല്ലാം നിന്നിങ്ങനെ ശുശ്രൂഷിക്കുക. കാളെ കണ്ടിക്കുന്നു, ആടിനെ കണ്ടിക്കുന്നു, രക്തം തളിക്കുന്നു, എന്ത് വേണ്ട കോലാഹലം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ഒരു സത്യം, നിർമ്മല സത്യം വിളിച്ചു പറയുന്നുണ്ട്. അല്ലയോ പുരോഹിത വരേണ്യന്മാരെ, അല്ലയോ മഹാപുരോഹിതന്മാരെ, പുരോഹിത വരേണ്യന്മാരെ, നിങ്ങൾ ഈ കാത്തി കൂട്ടുന്നതെല്ലാം നെടല. ഈ കാളെ കണ്ടിച്ചില്ലേ, ആടിനെ കണ്ടിച്ചില്ലേ, ഇത് നെടല. സാക്ഷാൽ പൊരുളായവൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. സാക്ഷാൽ പൊരുളായവൻ, അവൻ ദൈവത്തിന്റെ ഏകജാതൻ, അവൻ ദൈവത്തിന്റെ പരമയാഗമായി തീരേണ്ട ആ നസറയനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടി വന്നവൻ. ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടി വന്നവൻ. അപ്പൊ ശ്രദ്ധിക്കുക, സാക്ഷാൽ യാഗമായവൻ ദൈവാലയത്ത് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ പോലും ശ്രദ്ധിക്കുക. ഇന്നും അങ്ങനാന്ന്. നിങ്ങൾ ചില സഭകളും ചില ഇടങ്ങളിൽ ചിന്തിച്ച് എല്ലാവരെയും ഒന്നും എല്ലായിടത്തും കയറ്റുകയല്ലോ, കയറ്റുവോ? പള്ളിയൊക്കെ ഭയങ്കര പണിതിട്ടിരിക്കുക. നമ്മൾ ഞങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആൾക്കാരുടെ പള്ളി ഇതല്ല. നിങ്ങളുടെ ആൾക്കാരുടെ പള്ളി അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുരിശ് ഒടിഞ്ഞിരിക്കുന്നൊരു പള്ളിയുണ്ടല്ലോ, അതാ ഇത് ഭയങ്കര കുരിശ്. ഞങ്ങളുടേത് എല്ലാം തരംതിരിവല്ലേ. പെന്തിക്കോസിലും അത്ര മോശമൊന്നുമല്ല. നമ്മൾ മെമ്പർഷിപ്പ്, നിങ്ങളുടെ ആൾക്കാർക്ക് ഇവിടെ മെമ്പർഷിപ്പ്, അത് നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടുന്ന ഒന്നും അറിയാൻ മേല. എല്ലാവരും അങ്ങ് ഇന്നലെ പൊട്ടി മുളച്ചതാ, സകല എണ്ണവും ഇതാ. അന്നും ഇന്നുമെല്ലാം ഒരു കുഞ്ഞുങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല. പുരോഹിതന്മാരോട് വിളിച്ചു പറയുന്ന സത്യം, നിങ്ങൾ നെടലായ യാഗം നടത്തുക. സാക്ഷാൽ പൊരുളായ യാഗമായവൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. അന്നും ഇന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അവിടെ വന്ധ്യനായ വയോധികനായ ശിമിയോൻ എന്ന് പേരുള്ളൊരു പ്രായമുള്ള പിതാവുണ്ടായിരുന്നു. നാം ഇങ്ങനെ വായിക്കുന്ന, പെട്ടെന്ന് ശിമിയോന് ദൈവാത്മ നിയോഗമുണ്ടായി. അവൻ ദൈവാലയത്തിലോട്ട് ചെന്നു. ആ ശിമിയോൻ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ആടിനെ കണ്ടിക്കുന്ന, കാളെ കണ്ടിക്കുന്ന കാഴ്ചയല്ല കണ്ടത്. അവൻ നോക്കിയപ്പോൾ യേശുവിനെ കൈകളിലേന്തി നിൽക്കുന്ന അപ്പനെയും അമ്മയും കണ്ട് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ കൈകളിലേന്തി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി
വായിച്ചേ. ശിമിയോൻ എന്താ പറഞ്ഞേ? വായിച്ചേ. യെരൂശലേമിൽ ശിമോൻ എന്ന് പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ അവനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. അടുത്തത്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. പിന്നെ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിനെ മഹത്വമായവൻ നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ശിമിയോൻ പറയുകയാ, ഈ കൊച്ച് സാധാരണ കൊച്ചല്ല, ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാ. ഇത് രക്ഷകനാ, ഇത് രക്ഷിതാവാ, ഇത് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നവനാ. ആ രക്ഷകനെ കരുത്തിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്തിൽ വന്ന് പറഞ്ഞല്ലോ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? വായിച്ചേ. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം! ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേരിടണം. മത്തായി ചേർത്ത് പഠിക്കുക. ദൈവം നമ്മോടുകൂടെയാണ് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ആ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പിന്നെ ശിമയോൻ പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എലീശബത്ത് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. എലീശബത്ത് തന്നെ പറഞ്ഞ 2-ാം അധ്യായം എടുത്ത ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 41 വായിച്ച്. എലീശബത്ത് എന്തുവാ പറഞ്ഞത്? അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞു മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിപ്പിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഏതാ വായിക്കുന്നേ? 1:41 മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ മുമ്പേ വായിച്ചതോ? 2:41. വേദപുസ്തകം ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. 1:41 മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയാ, മറിയേ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടതാ. അതും മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. ആമേൻ. യേശു കർത്താവാ. ആ കാര്യം എലീശബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഓടിച്ചു പറയാം. വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. വിദ്വാൻമാര് വായിച്ചേ. മത്തായി 2:1 മുതൽ വായിച്ചേ. വിദ്വാൻമാര് പറഞ്ഞ കാര്യം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവ് പിറന്നവൻ അപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചാൽ യഹൂദന്മാരുടെ രാജാവാ. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചുമ്മാ യോഗത്തിനിരുന്നേച്ച് വീട്ടിൽ പോയാൽ പോരെ, ഇതെല്ലാം സംഗ്രഹിച്ചു വെക്കണം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യൂദകുലപാലകനായി പിറന്ന രാജാവേ, യൂദകുലപാലകനായി പിറന്ന രാജാവേ, വീണ്ടും മോദമോടി മേദിനിയിൽ
വരുന്ന രാജാവേ വീണ്ടും മോദമോടി മേദിനിയിൽ യൂദകുലബാലകനായി പിറന്ന രാജാവേ വീണ്ടും മോദമോടി മേദിനിയിൽ വരുന്ന രാജാവേ വീണ്ടും മോദമോടി മേദിനിയിൽ വരുന്ന രാജാവേ. അപ്പൊ ശ്രദ്ധിക്കുക, ആട്ടടികന്മാര് പറഞ്ഞ കാര്യം രാജാവായിട്ട് പറഞ്ഞവൻ. അപ്പോൾ യേശു ക്രിസ്തു രാജാവാ. ആ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. ഞങ്ങൾ അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുക. ഇതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ യേശു ആരാധനയ്ക്ക് യോഗ്യനാ. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കുഞ്ഞാടെ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയും പറവജാതിയും പൂജര കേജര വസ്തുക്കളെയോ അവൻ ഈ ഭൗമമണ്ഡലത്തെയോ ഒന്നുമല്ല ആരാധിക്കേണ്ടത് ദൈവത്തെയാ. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, അപ്പനെ അമ്മയെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. അപ്പൊ ഞങ്ങൾ അവനെ ഒന്ന് നമസ്കരിക്കേണ്ടതിന്. ഒന്നവൻ രാജാവാ, രണ്ടവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ദൈവത്തിന് മഹത്വം. 2:6 അവൻ തലവനാന്നാ എഴുതിയേക്കുന്നത്. വായിച്ചേ 2:6. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ. അവിടുന്ന് എല്ലാറ്റിനും തലവനാ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരു കാര്യത്തോടെ പറഞ്ഞ ഭാഗം വിടാം. ദൈവത്തിന്റെ മഹത്വം. അവിടെ പ്രായമുള്ളൊരു അമ്മയുണ്ടായിരുന്ന ഹന്ന എന്ന പ്രവാചകി. സ്തോത്രം. പ്രായമായപ്പോൾ തള്ളയ്ക്ക് ബോധക്കേടാന്നല്ല പറഞ്ഞത്. നമ്മുടെ പ്രായമുള്ളവരെല്ലാം ചുമ്മാ മിക്കതും മെനക്കേടാ. പിച്ചും പേയും പറയുക, ആവശ്യമില്ലാത്ത എല്ലാം പറയുകയും ചുമ്മാ കിടന്ന് അലറുകയും കൂവുകയും ഓടിവായോ. മിക്കതും. എന്നാൽ നല്ല പ്രത്യാശയുള്ള അമ്മമാരുണ്ട് കേട്ടോ. ഉണ്ട്, നല്ല പ്രത്യാശയുള്ള അമ്മമാരുണ്ട്, നല്ല അമ്മമാരുണ്ട്. ഈയിടെ ഞാനൊരു അമ്മ, ഞങ്ങൾ പിന്നെ ഷൂപ്പാസ്റ്റ് പാടി ചെന്നപ്പോൾ അമ്മ എന്തോ പ്രത്യാശയാണ്. എന്നോട് പറഞ്ഞ് ഞാൻ മരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക, ചട്ടയും മുണ്ടും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നെ പുതപ്പിക്കേണ്ട തുണി, തലയെ കെട്ടേണ്ടത്, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ശവസംസ്കാരത്തിന് പോയി. അപ്പോൾ അത് ആ മരിച്ച ദൈവദാസനെ പറ്റി പറഞ്ഞു. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ എല്ലാം ക്രമപ്പെടുത്തിയേച്ചാണ് പോയത്. ഡ്രസ്സ് ധരിക്കുന്നത്, ആര് പ്രസംഗിക്കണം, എന്തോ പ്രസംഗിക്കണം, അത് ആർക്കൊക്കെ സമയം കൊടുക്കണം, ആരാണ് അധ്യക്ഷനായിട്ടിരിക്കേണ്ടത്, എന്നെക്കൊണ്ട് പാട്ടുകാരാരാണ്, സയോൺ സിംഗേഴ്സിനെ വിളിക്കണം. പുള്ളി ഇതെല്ലാം പറഞ്ഞേച്ചാൽ മരിച്ചത്. അതുപോലെ ചെയ്യുകയും ചെയ്തു. അവരെ വിളിക്കണം, ഇന്നതുപോലൊക്കെ ചെയ്യണം, ഇന്ന പാരീഷ് കാളെടുത്ത് അവിടെ വേണം ഡെഡ് ബോഡി, അവിടെ കൊണ്ടുവച്ചു. ഞാൻ അവിടെ പോയാൽ കൊണ്ടുവെക്കണം. ഒത്തിരി കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. അതെല്ലാം പുള്ളി പറഞ്ഞേച്ചാൽ പോയി. അങ്ങനെയൊക്കെ എന്ത് നല്ല മരണമാണ്. ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യും. തീർന്ന്. ഇനി എന്നാന്ന് പോലും എവിടെ കൊണ്ടുവെക്കുമെന്നോ എന്നാ ചെയ്യുമെന്നോ പിന്നെ കിടന്ന് കുഴയുക. കാര്യമെല്ലാം പറഞ്ഞ് ഇപ്പം തന്നെ ഇരിപ്പ് കണ്ടിട്ട് പരിവക്കേടാ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ പിള്ളേരോട് കാര്യമല്ല. ഇനി പിള്ളേരടുത്തില്ലെങ്കിൽ ഒരു വലിയ 200 പേജിൻ്റെ ബുക്കെടുത്ത് എഴുതി വെക്കണം. പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു തർക്കവും ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. സൂക്ഷം നീ പോയിരിക്കും. പക്ഷെ പോകുന്നതിന് മുന്നേ ഒരുങ്ങണം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. വേറൊരമ്മയുണ്ടായിരുന്നു, മരിക്കുന്നതിന് മുന്നേ എന്നോടും കൂടെ കാര്യമൊക്കെ പറഞ്ഞു ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൃത്യം പറഞ്ഞേച്ച് അമ്മ കല്ലറയും ശരിയാക്കി ആ കല്ലറയുടെ മേളിൽ വെക്കേണ്ട ഇത് ഗ്രാനൈറ്റിൽ പേര് എഴുതി, ജനനത്തീയതി എഴുതി. മരിച്ചതമ്മ എഴുതിയില്ല. എന്നോട് പറഞ്ഞ് നിങ്ങൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. തമാശ പറഞ്ഞതല്ല. ഞാൻ അവിടെ മൊബൈലിനകത്ത് അതിൻ്റെ ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കല്ല് കൊണ്ടുവന്ന് അമ്മയെ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ പോരെയെന്ന്. അത് മതി, അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു അച്ചാമ്മ കൊച്ചമ്മയുണ്ടായിരുന്നു, ഷൂ പാസ്റ്റർക്ക് അറിയാം. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ മരിക്കുമ്പോൾ 42 പാട്ട് പാടണം. എന്നോട് പറഞ്ഞതാ. പാട്ടെല്ലാം സെലക്ട് ചെയ്ത് തന്നിൻ്റെ പേപ്പർ തന്നു, ലിസ്റ്റ് തന്നു. ഞാൻ പറഞ്ഞു തള്ള ഇത് 42 പാടണേ, നിങ്ങൾ 2 ദിവസമെങ്കിലും രാത്രി ഇവിടെ വെക്കണം. ഇത് മൊത്തം പാടണ്ടായോ? 2 ദിവസമെങ്കിലും ഇവിടെ വെക്കണം.
പിന്നെ 2 ദിവസമൊന്നും വെച്ചില്ല. പിന്നെ 42 പാടാനൊന്നും നേരം കിട്ടിയില്ലെങ്കിലും 4-5 പാട്ട് ഞാൻ പാടി. നല്ല പ്രത്യാശയോടെ എൻ്റെ ഈ ദേഹത്ത് ഇന്ന ഡ്രസ്സ് ഇടണം, വെള്ള പൂക്കൾ വെക്കണം, ഇന്നതുപോലെ എല്ലാം അവരുടെ ആഗ്രഹമായിരുന്നു. എല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി വെച്ചാൽ പോയത്. വേറൊരു അപ്പച്ചനുണ്ടായിരുന്നു, പുള്ളി മരിക്കാൻ നേരത്ത് മരിക്കുന്നതിന് മുന്നേ പിള്ളേരോട് പറഞ്ഞു, എടാ സജി, ഞാൻ മരിക്കാറായി, എനിക്ക് വീടിൻ്റെ മുറ്റത്ത് 5 ദിവസം യോഗം നടത്തണം. 5 ദിവസം പന്തലിട്ട് യോഗം നടത്തണം. ഒരു കുഴപ്പമില്ലാത്ത സമയത്താണ് പറഞ്ഞേ. പിള്ളേർ കുവൈറ്റിൽ നിന്നൊക്കെ വന്ന് വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ട് 5 ദിവസം യോഗം, ശക്തമായ യോഗം നടന്നു. യോഗം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തൽ വെച്ചാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വണ്ടിയെ പോയപ്പോഴേ കാണിച്ചതാണ്, ഇതായിരുന്നു ആ വീട്. എന്നെ എല്ലാവരും ഇങ്ങനെ വെപ്രാളം കയറിയിരിക്കുന്നേ. യാകുന്നതിന് മുന്നേ കാര്യമെല്ലാം അങ്ങനെ വിചാരിച്ചേച്ചേ അങ്ങനെ പോകാൻ നോക്ക്. അമ്മ ഇവിടെ നിന്ന് ചൂടുവെള്ളം കുടിച്ച് മെനക്കോടൊപ്പിക്കാതെ മരിക്കുമെന്ന് മരിക്കുകയല്ലേ? ഒരുങ്ങണമെന്നായി പറഞ്ഞത്. എല്ലാവരും ഒരുങ്ങണം. അപ്പോൾ പ്രായമുള്ളവർ നല്ല ആൾക്കാരുണ്ട്, സ്തോത്രം, നല്ല രീതിയിൽ ഇടപെടും. ചിലക്ക് പ്രായമായ മരുമകളുടെ നുണയും കൊതിയായിരുന്നു പറയാനെ. അവൾ കാപ്പി എടുക്കാൻ പോയ നേരത്തിന് തള്ള ഒപ്പിക്കുന്ന വിനയ. അങ്ങനെയുള്ള കേസുകളും. ഞാനൊരു കാര്യം പറയാം, മകള് വല്ലപ്പോഴും വന്നമേ കാണുകയുള്ളൂ. മകളെ കെട്ടിച്ച് വിട്ട മകള് വല്ലപ്പോഴും വന്നേ കാണുകയുള്ളൂ. 1 കിലോ മുന്തിരിയായിട്ട് അവൾ വരും, അമ്മയും മോളോട് കട്ടിലിരുന്ന് അവൾ തന്നെ അത് മൊത്തം തിന്നുന്നത്. അമ്മയ്ക്ക് കൊണ്ടുവന്നതാ, എന്നാലും അവൾ തന്നെ ഇത്. അതുകൊണ്ട് തള്ളേ ഞാനൊരു കാര്യം പറയാം, മരുമകളാ കൂടെയുള്ളത്. മരുമകളെ മരുമകളായിട്ട് കാണാതെ മകളെ പോലെ കണ്ട് മാനം മര്യാദക്ക് ജീവിച്ചാൽ നീ വെള്ളം ഇറങ്ങിച്ചാകും. നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരിക. ഇത് കിട്ടുന്ന എല്ലാം മോക്ക് കൊടുക്കുക. പണ്ട് ഒരു അപ്പം മരിച്ചു കിടക്കുമ്പം എൻ്റെ വല്യമ്മച്ചി പറഞ്ഞതാ, മരുമകളും മോളും ഒക്കെ ഇരിക്കുക. അപ്പം സ്വന്തം മോള് കരയുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ചോദിച്ചു, കൊച്ചമ്മയ്ക്ക് കരച്ചിൽ വരുന്നില്ലേ? ഞാനെന്തിനു കിടന്ന് മേരി കരയട്ടെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം കാരണം ഈ അപ്പം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം മേരിക്കാണ് കൊണ്ട് കൊടുത്തത്. ഇവർ തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുക 4 പിള്ളേരുമായിട്ട് ഒരു കടുകിൻ്റെ മണി പോലും കൊണ്ട് കൊടുത്തിട്ടില്ല. കിട്ടുന്നതെല്ലാം കൊണ്ട് മേരി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം മരിച്ചത്. അതാണ് മോളോട് ചോദിച്ചു, കരച്ചിൽ വരുന്നില്ല. ഞാനെന്ത് കിടന്ന് മേരി കരയട്ടെന്ന് പറഞ്ഞു. അവക്കല്ലേ ഇതെല്ലാം കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞത്, മരിക്കാനായിട്ട് ഒരുങ്ങണം, എല്ലാവരും ഒരുങ്ങിക്കോണം. ഇങ്ങനെ ഇരിക്കുമെന്ന് ഓർത്തിരിക്കരുത്. പക്ഷെ ക്രിസ്തുവിൽ മരിക്കുന്നവരെ പറ്റി നിരാശപ്പെടണ്ട. കാകളം ധനിക്കുമ്പോൾ അവർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. അതെ, പ്രായമുള്ളത് പറഞ്ഞങ്ങ് നിർത്താം. പ്രായമുള്ള ഒരമ്മ, ഹന്ന എന്ന പ്രവാചകി, ആ അമ്മ പറഞ്ഞ കാര്യം എന്തോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യമല്ലേ വായിച്ചേ? ആശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. പിന്നെ അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന. പ്രായമുള്ള അമ്മമാർക്കെല്ലാം നല്ല മാതൃകയായി അമ്മച്ചി, നല്ലൊരു മാതൃകയുള്ള അമ്മ. പിന്നെ വായിച്ചേ, ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. പിന്നെ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ ആരാന്ന് അമ്മ പറഞ്ഞതിന്റെ ആശയം, ഇവൻ വീണ്ടെടുപ്പുകാരനാ. ദൈവത്തിന് മകത്ത് ആ വാർത്തയും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. ദൈവത്തിന് മകത്വം. ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിദ്വാൻമാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശിമയോൻ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എലീശബത്ത് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹന്ന എന്ന് പറയുന്ന അമ്മ പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചത് കൊണ്ടാണ് വീഞ്ഞു തീർന്ന പ്രശ്നം വന്നപ്പോൾ സൂക്ഷം യേശുവിൻ്റെ അടുക്ക വന്നേ. യേശുവിൻ്റെ അടുക്ക വന്ന് പറയാ, നീ ഇത് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ളവനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ സാധാരണ ഒരു വ്യക്തിത്വമല്ല, നീ സർവശക്തനായ ദൈവമാണ്.
തീത്തോസ് പറഞ്ഞിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം, യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ലോകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം രക്ഷകൻ. ഈ കാര്യം ഹൃദയത്തിൽ ഇരുന്നത് കൊണ്ടാ അവൻ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞത്. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഞാനൊരു കാര്യം ഇവിടെ പറയാം. ആ ഭാഗത്ത് നിന്ന് ഈ മറിയ നല്ല വിവരമുള്ള ഒരു അമ്മയാണ്. ഇങ്ങനത്തെ അമ്മമാരെ കണ്ടു കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. ഇതുപോലെ ഈ സാധാരണ മറിയാനെ ചിലരെ ആക്ഷേപിക്കും. ഇതുപോലെ അന്തസ്സുള്ള, വിവരമുള്ള, അറിവുള്ള, പക്വതയുള്ള, പരിജ്ഞാനമുള്ള, വിവേകമുള്ള, തന്മയത്വമുള്ള, നല്ല ആഢ്യത്വമുള്ള, പക്വത വന്ന ഒരമ്മ വേറെ ഇല്ല. യേശുവിൻ്റെ അമ്മയെ പോലൊരു അമ്മ എന്ത് നല്ല അമ്മയാ, എന്തോ വിവരമാണെന്നറിയാമോ? വിവരമുള്ള ഒരു അമ്മയെ കിട്ടുന്നത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. അതെ, ചെല്ലു ചോദിക്കുകയല്ലേ, അമ്മച്ചി എന്ത് ചെയ്യാ സാങ്കുട്ടി? രാവിലെ എങ്ങാണ്ട് പോയി കാണും, എനിക്കറിയാമേ. അവൻ്റെ കാര്യം എന്നോട് നല്ല വിവരം. ഇത് നല്ല വിവരമുള്ളൊരമ്മയാണ്. കാരണം ഈ ശുശ്രൂഷക്കാർ പറഞ്ഞ അമ്മേ വീഞ്ഞ് തീർന്നു. അമ്മ ചെന്ന് മോനോട് പറഞ്ഞു, മോനെ വീഞ്ഞ് തീർന്നു. ഉടനെ യേശു പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഈ അമ്മ മധ്യസ്ഥതയ്ക്ക് ചെന്നതാ. കലവറക്കാർ കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞു, നമുക്കൊരു മധ്യസ്ഥത അത്യാവശ്യമാണ്. ഏതാ? ഈ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ. നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു മധ്യസ്ഥത ആവശ്യമാണ്. അപ്പോൾ കലവറക്കാർ കമ്മിറ്റി കൂടി വെച്ച് അമ്മയോട് പറഞ്ഞ്, അമ്മ തന്നെ ഇടയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. അമ്മയോട് തന്നെ ഒന്ന് നിന്നേക്കാം. ചെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വിവരമുള്ള അമ്മയാണെന്ന് പറയാൻ കാര്യം അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഏക്കത്തില്ല, വിജയിക്കത്തില്ല. ഏതാ? മധ്യസ്ഥത വിജയിക്കത്തില്ല. അമ്മ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ന്യൂട്രൽ പുറകോട്ട് വന്നേച്ച് പറഞ്ഞു, കിവറിച്ച ഏക്കുകയില, ഡയറക്റ്റ് അടിച്ചോളാൻ പറഞ്ഞു. ഇടയ്ക്ക് നിൽക്കുന്നില്ല, നിന്നാ ഏക്കത്തില്ല. അമ്മയൊന്ന് നിൽക്കാൻ പോയതാ പറഞ്ഞു, അവിടെ ഏക്കത്തില്ല. അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്തോ. കിവറിച്ചന് നിൽക്കണ്ട, അന്ത്രയോസ് അവിടെ ഉണ്ട്, അവനോട് നിൽക്കണ്ടെന്ന് പറ. ഫിലിപ്പോച്ചൻ കാണും, അവനും ഇടയ്ക്ക് കയറി വന്ന് നിൽക്കരുത്. ഞാൻ രക്ഷിക്കാം, വിടുവിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കരുത്. ഒറ്റ മധ്യസ്ഥനെയുള്ളൂ, യേശു ക്രിസ്തു. ഏക മധ്യസ്ഥൻ, അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. എൻ്റെ ഭാഷയെ പറഞ്ഞ നല്ല വിവരമുള്ള അമ്മയായതുകൊണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. എൻ്റെ ഭാഷ പറഞ്ഞ കാനാവിൽ വെച്ച് നിർത്തിയതാ. ആദ്യവും ഒടുക്കവുമായിട്ട് അമ്മയൊരു മധ്യസ്ഥതയ്ക്ക് കയറിയത് കാനാവിൽ സഹോദരിയുടെ വീട്ടിൽ വെച്ച്. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ചീറ്റിപ്പോയി. അമ്മ പുറകോട്ട് വന്ന് പറഞ്ഞു, സ്വോത്രം, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല. ഇവറിച്ചന് നിൽക്കണ്ട, അന്ത്രയാച്ചന് നിൽക്കണ്ട, ഫിലിപ്പോച്ചന് നിൽക്കണ്ട, മത്തായിച്ചനും ഇടയ്ക്ക് കയറി നിൽക്കണ്ട, ആരും നിൽക്കണ്ട. നിന്നാൽ ഏക്കത്തില്ല. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം. എൻ്റെ ഒരു അഭിപ്രായം പറയാം. സ്വർഗത്തിൽ ആരെയും കരയുന്നുണ്ടെങ്കിൽ, കരച്ചിലില്ല, കരച്ചിലും പല്ലുകടിയല്ല, നരകത്തില്ല. ഒരഭിപ്രായം പറയുക, സ്വർഗത്തിൽ ആരെയും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അമ്മയായിരിക്കും. നിങ്ങൾക്ക് ആയെന്നാ പറയാം. ഇവിടുന്ന് മരിച്ച് അങ്ങോട്ട് ചെല്ലുന്ന വിശുദ്ധന്മാരെല്ലാം ചെന്ന് പറയാം, അമ്മാമ്മേ, അമ്മാമ്മയുടെ നാമത്തിലും മധ്യസ്ഥതയിലും ആ താഴെ പണി മുഴുവൻ നടക്കുന്നത്. അപ്പം അമ്മ പറയും, എൻ്റെ പേച്ച, ഞാൻ ആകെ കൂടൊരു മധ്യസ്ഥതയ്ക്ക് എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് നിന്നത്. അതിതുപോലെ ചീറ്റിപ്പോയൊരു പിന്നെ ഇന്ന് വരെ ഞാൻ മധ്യസ്ഥതയ്ക്ക് നിന്നിട്ടില്ല. പിന്നെ യവന്മാരോട് പറഞ്ഞാലൊന്നും തലേ കയറുകയില്ല. ആകെ കൂടൊരു മധ്യസ്ഥതയ്ക്ക് പോയി, അത് സക്സസ് ആയില്ല. അന്ന് തന്നെ മോൻ തന്നെ അത് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തു. ഞാൻ പിന്നെ മധ്യസ്ഥതയ്ക്കൊന്നും പോയിട്ടില്ല. എന്നെ മധ്യസ്ഥതയ്ക്ക് നിർത്തുകയും ചെയ്യരുത്. പിന്നെ ഈ വിവരമില്ലാത്തവരോട് പറഞ്ഞാൽ ഇവരൊട്ട് അംഗീകരിക്കത്തും ഇല്ല. അതുകൊണ്ട് തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചു, ഒറ്റ മധ്യസ്ഥനയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇവിടുന്ന് ചെല്ലുന്നവരെല്ലാം പറയും, സ്തോത്രം, അമ്മാമ്മയുടെ നാമത്തിൽ ആ താഴെ പരിപാടിയല്ല. എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ കാട് മുതൽ കണ്ണി വരെ. ഇപ്പം അത്ര കാട് മുതൽ അപ്പം കാട് മുതൽ കണ്ണി വരെ. കാടെന്ന് പറഞ്ഞാൽ കോട്ടയം സൈഡാ കാട്.
കണ്ണി തമിഴ്നാട് സൈഡാ. കാട് മുതൽ കണ്ണി വരെ അമ്മാമ്മയുടെ മധ്യസ്ഥതയിലാ പരിപാടിയെല്ലാം നടത്തുന്നത്. അമ്മ പറയും, എൻ്റെ ആ വിവരദോഷികളോട് പറഞ്ഞു കൊടുക്കടാ, ഒറ്റ മധ്യസ്ഥതയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷിതാവേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് സത്യദൈവം മാത്രം. ഏക പരിശുദ്ധൻ, ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ, ഏക ദൈവം നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുവിന്റെ നാമം. ഇന്ന് രാത്രി അവിടുന്ന് അത്ഭുത മന്ത്രിയാ. കുടുംബത്തിന്റെ പരാജയങ്ങളെ മാറ്റുന്നവൻ, ജീവിതത്തിന്റെ തകർച്ചകളെ മാറ്റുന്നവൻ, നിന്റെ കെടുതികൾക്ക് വറുതികൾക്ക് അറുതി വരുത്തുന്നവൻ, നിന്നെ രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, ഉദ്ധരിക്കുന്ന നസറയനാകുന്ന യേശു അവിടുന്ന് അത്ഭുത മന്ത്രി. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയെ കരമുയർത്തി മഹത്വപ്പെടുത്താം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്തുവായി സമയം? 9:30 ആയോ? മതി പോരെ, മതി. പിന്നെ ഗുണമാകാനാന്ന ഇത് മതി, നന്നാകാനാന്ന ഇത്രയും മതി. വെളുക്കോളം പറഞ്ഞിട്ട് നന്നാകുന്നില്ലെങ്കിൽ എന്തിന്? ഇത് മതി. നന്നാകാൻ ആവശ്യമുള്ളതാ കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് രക്ഷകനാ, രാജാതിരാജാവാ, വീണ്ടെടുപ്പുകാരനാ. അവിടുന്ന് സ്തോത്രം ആമേൻ വിടുവിക്കുന്നവനാ. അവിടുന്ന് സമാധാനം തരുന്നവനാ, നിന്റെ ഭയം മാറ്റുന്നവനാ, നിനക്ക് സന്തോഷം തരുന്നവനാ, നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്നവനാ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവനാ. ആ കർത്താവിനെ ഇന്ന് രാത്രി നന്ദിയോടെ മഹത്വം കൊടുത്താട്ടെ. യേശു ക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി കൈയടിച്ച് ചേർന്ന് രാജരാജനായി മാറിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. കൊല്ലുന്ന മരണത്തിൽ കൈയടിച്ച് ചേർന്ന് വിഷപ്പല്ലു തകർത്തതാകയാൽ. ആമേൻ. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ. ഇനി തല്ലും ഭയമില്ല, മൃത്യുവിൽ നമ്മൾ വെല്ലുവിളിക്കുകയായി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ഓ യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. മണ്ണിലല്ല നിത്യവാസവൻ യേശുവിൻ മുന്നിൽ അത്ഭുതത്തിനാ. ഓ മണ്ണിലല്ല നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വെണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ ആർത്തിടുമോ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, കൈയടിച്ച് ചേർന്ന് യേശു കർത്താവ് ജീവിക്കുന്നു. ഓ എന്നെ ജീവിക്കുന്നായതിനാൽ ഞാൻ എന്നേക്ക് ജീവിക്കയാലാമേ. എന്നെ ജീവിക്കുന്നായതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു എനിക്കല്ല എന്റെ ശുഭത്രേ. ഹല്ലേലൂയ, ഓടി ബടബടബ ദുരബല ബടബ ശൈലൽ കടക ഉദരാ ജലദല ബടബല ഭൈഷ സൈലൽ കടക. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ജീസസ്, യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അത്ഭുത മന്ത്രി. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയെ സേവിച്ചും സ്നേഹിച്ചും ആരാധിച്ചും നിത്യതയിലെത്തുവാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം ഇടയാക്കട്ടെന്ന് ഓർപ്പിച്ചും എന്നെ ക്ഷണിച്ച ശുശ്രൂഷകനും ഈ ഭവനത്തിലെ മാന്യ നമ്മുടെ പേര് ഞാൻ മറന്നുപോയി,
രാജമ്മാമയും പ്രിയ കുഞ്ഞുങ്ങൾ, ഈ സഭയിലെ ദൈവമക്കൾ, കൂടപ്പെട്ടവർ, കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ചൊല്ലി കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാമെന്ന് ഓർപ്പിച്ച് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.